Good morning, ma'am. Good morning. ഓക്കെ, നമുക്ക് തുടങ്ങാം. റെഡി അല്ലേ എല്ലാരും? ഓക്കെ, നമ്മൾ എടുത്തു നിർത്തിയത് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എടുക്കണം. എടുത്തു നിർത്തിയത് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സിന്റെ ഈ പോയിന്റ്സ് എല്ലാം കഴിഞ്ഞില്ലേ? കേൾക്കണില്ലേ? കേൾക്കാൻ പറ്റണില്ലേ നിങ്ങൾക്ക്? ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മൾ ഇനി കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ് ബോക്സിലുള്ളത് കേട്ടാ. ബോക്സിൽ നമ്മൾ പറഞ്ഞത് തന്നെയാണ് ഇത് ബോക്സിൽ ഓരോന്നിൽ കൊടുത്തേക്കുന്നത്. പറഞ്ഞത് തന്നെ ഒരു വേറൊരു രീതിയിൽ പറഞ്ഞേക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താ ബോക്സിൽ പറഞ്ഞേക്കുന്നത്. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ്. These methods employ means of communication in all possible forms to enable the hospital to convey its message to the public. എന്താ പറഞ്ഞേ? ഈ മെത്തേഡ് എങ്ങനെയാണ് നമ്മള് ഇത് എന്താ ഇതില് പറഞ്ഞേക്കണേ? ഹോസ്പിറ്റൽ ടു കൺവേ ഇറ്റ്സ് മെസ്സേജ് ടു ദ പബ്ലിക്. ഹോസ്പിറ്റലിലെ സന്ദേശങ്ങൾ, ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടണ ഓരോ മെസ്സേജുകള് പൊതുജനങ്ങളിലേക്ക്, പബ്ലിക്കിലേക്ക് എത്തിക്കുന്നതിന് സാധ്യമായ എല്ലാ ആശയവിനിമയ മാർഗങ്ങളും നമ്മൾ ഉപയോഗിക്കണം. ദീസ് മെത്തേഡ്സ് എംപ്ലോയ് മീൻസ് കമ്മ്യൂണിക്കേഷൻ ഓൾ പോസിബിൾ. അല്ലെ? എന്താ വെച്ചാൽ എന്താ, നമ്മൾ പുറത്തേക്ക് നമ്മുടെ എംപ്ലോയീസിന്, പുറത്തുള്ള എംപ്ലോയീസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിന്റെ കാര്യങ്ങൾ, അതിന്റെ ഇവിടെ ഹോസ്പിറ്റലിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പോസിബിളും, അതിന് സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? പൊതുജനങ്ങളിലേക്ക് എത്തിക്കണം. പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ ചെയ്യാം. അപ്പൊ ഹോസ്പിറ്റലിന്റെ മെസ്സേജുകൾ, ഹോസ്പിറ്റലിൽ നിന്നുള്ള കാര്യങ്ങൾ, അതിന്റെ മെസ്സേജ്, അങ്ങനെയുള്ള കൺവേറ്റ്സ് മെസ്സേജ് എന്ന് വെച്ചാൽ നമ്മള് ഹോസ്പിറ്റലിൽ ഒരുപാട് മെസ്സേജുകൾ ഉണ്ടാവില്ല, ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ ഉണ്ടാവും, ഹോസ്പിറ്റലിൽ നിന്ന് എന്തെല്ലാം പ്രോഗ്രാം ഉണ്ട്, അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ എന്ത് വേണം? അങ്ങനെ എത്തിക്കാനായിട്ട് നമ്മള് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് എല്ലാരും നമ്മള് ഓൾ പോസിബിൾ, അതിന് സാധ്യമായ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം. ഓൾ പോസിബിൾ ടു കൺവേ, ഓൾ പോസിബിൾ ഫോംസ് ടു ഇനേബിൾ ദ ഹോസ്പിറ്റൽ ടു കൺവേ ഇറ്റ്സ് മെസ്സേജ് ടു പബ്ലിക്. അപ്പൊ ഹോസ്പിറ്റലിന്റെ എല്ലാ കാര്യങ്ങളും പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും, എല്ലാ രൂപത്തിലും നമ്മൾ എന്ത് വേണം? അതിനുള്ള മാർഗങ്ങൾ, കമ്മ്യൂണിക്കേഷൻ, അതിനുള്ള ഓരോ കമ്മ്യൂണിക്കേഷൻ വഴി എന്തെല്ലാം മാർഗങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അതെല്ലാം നമ്മൾ ചെയ്യണം. ഓക്കെ, കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡാണ് നമ്മൾ പറയണത്. അപ്പൊ നമ്മൾ എന്തായിരിക്കും? ആശയവിനിമയം നേരിട്ടല്ലെങ്കിൽ
നേരിട്ട് സംസാരിക്കുക, ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുക, ഓറൽ ആയിട്ട് സംസാരിക്കുക. നമ്മളിവിടെ പോയിന്റ്സിൽ പറഞ്ഞു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സിന്റെ എങ്ങനെ സംസാരിക്കണം, എങ്ങനെയുള്ള കാര്യങ്ങൾ വിഷ്വൽ ചെയ്യാം, മീഡിയ വഴി ചെയ്യാം. നമ്മൾ റിട്ടൺ അല്ലാണ്ട് നമ്മളെ കൊണ്ട് വേറെ എന്ത് ഇത് ആൾക്കാർ അറിയണം ഹോസ്പിറ്റലിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. എന്നാലല്ലേ ഹോസ്പിറ്റലിന്റെ ആ ഒരു നല്ല ഒരു ഇതിന്റെ റെപ്യൂട്ടേഷൻ നമുക്ക് നല്ലതാണ്, ഹോസ്പിറ്റലിൽ നല്ലതാണ്, അവിടുത്തെ ഡോക്ടേഴ്സ് ഇങ്ങനെ എന്നുള്ളതൊക്കെ പൊതുജനങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഹോസ്പിറ്റലിന്റെ വിവരങ്ങൾ അവർക്ക് അറിയണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ഇതൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞതാ, മുന്നേ പറഞ്ഞ പോയിന്റ് ബോക്സിലിട്ട് പറയണമെന്നുള്ളൂ. Okay, next എന്താ, some of these are also intermixed with the intramural functions of the hospital and operative methods. എന്താ ഇവയില് ചിലത്, ഇവയിലെന്ന് വെച്ചാൽ എന്താ, some of these ഈ നമ്മൾ പറഞ്ഞു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള മാർഗങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കണം. അപ്പൊ അതില് നമ്മൾ എന്താ, അതിന് ചിലത് ഹോസ്പിറ്റലിന്റെ ഇൻട്രാമ്യൂറൽ പ്രവർത്തനങ്ങളും ഓപ്പറേഷൻ രീതികളും ചേർന്നതാണ്. എന്ന് വെച്ചാൽ എന്താ, ഓൾസോ ഇന്റർമിക്സ്ഡ് എന്ന് വെച്ചാൽ ഉള്ളിൽ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസ്, അവിടെ ഓപ്പറേഷൻ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തിയേറ്ററിന്റെ ഉള്ളിലായാലും ഐസിയു അതിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ അത് നമ്മൾ പുറത്തേക്ക് അറിയിക്കണം. അവിടെ ഓരോ ഹോസ്പിറ്റലില് ഡോക്ടേഴ്സിന്റെ ആയാലും നഴ്സുമാരായാലും വേറെ നോൺ മെഡിക്കൽ സ്റ്റാഫ് ഉണ്ട് അവിടെ ഒരുപാട് പേര്. അപ്പൊ അവരുടെയൊക്കെ കാര്യങ്ങൾ, അങ്ങനത്തെ ഓരോ ഫങ്ഷൻസ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ, പിന്നെ ഓപ്പറേറ്റീവ് മെത്തേഡ്സ്, അവിടുത്തെ പ്രവർത്തനങ്ങൾ, അവിടെ എങ്ങനെയാ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്. നമ്മളിപ്പോ ഒരു പ്രാവശ്യം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി നമ്മൾക്ക് അവിടുത്തെ ഡോക്ടേഴ്സിന്റെ ആയാലും നഴ്സുമാരായാലും അവിടുത്തെ ഓപ്പറേറ്റീവ് മെത്തേഡ്സ് എന്ന് വെച്ചാൽ എന്താ, പ്രവർത്തിക്കുന്ന ഓരോ വേറെ സ്ഥാപനങ്ങളുണ്ട്. നമ്മുടെ മെഡിക്കൽ അല്ലാണ്ട് വേറെയും അവിടെ ഹോസ്പിറ്റലിൽ ഒരുപാട് ആൾക്കാർ വേറൊക്കെ ലിഫ്റ്റ്, പിന്നെ ഏതാ ഇലക്ട്രീഷ്യന്മാര്, അവരൊക്കെ അവരുടെ പ്രവർത്തനങ്ങൾ അല്ലെ. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരുപാട് സ്റ്റാഫ് വേറെ ഉണ്ട്. അപ്പൊ അവരുടെയൊക്കെ നമ്മള് എന്താ, അവരൊക്കെ വിലയിരുത്തുമ്പോൾ നമുക്ക് തോന്നും കുഴപ്പമില്ല, ഈ ഹോസ്പിറ്റൽ നല്ലതാണെന്ന് നമുക്ക് സ്വയം തോന്നണം. അതുപോലെ തന്നെ അത് പുറത്തുള്ളവർക്കും തോന്നിക്കാനായിട്ട് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അതും നമ്മൾ ചെയ്യുക. അതാണ് ഇന്റർമിക്സ്ഡ് വിത്ത് ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസ്. രണ്ടിനെ നമ്മൾ ഉള്ളിലുള്ള കാര്യങ്ങളും പുറത്തുള്ള കാര്യങ്ങളും കൂടി പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള മാർഗങ്ങളും നമ്മൾ നോക്കണം. അതാ പറഞ്ഞ ഇൻട്രാമ്യൂറൽ പ്രവർത്തനങ്ങളും ഓപ്പറേഷൻ രീതികളും കൂടി ചേർന്നിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കണം. ഓക്കെ, നെക്സ്റ്റ് എന്താ, ഇതൊക്കെ ഈ രണ്ട് പോയിന്റ്സും നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ പഠിച്ചേക്കുന്ന പോയിന്റ് തന്നെ ബോക്സിലിട്ട് കൊടുത്തേക്കുന്നതാണ്. നെക്സ്റ്റ്, കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ ഫോളോസ് വേസ്. അതും നമ്മളിവിടെ അതിന്റെ വേറെ രീതിയിൽ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താ, വേവ്സ്, ഓരോ വേവ്സ് ആശയവിനിമയങ്ങളിലെ രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാമോ നമുക്ക് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്, നമ്മൾ ഈ ആശയവിനിമയം ജനങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് യൂസ്ഡ് ഇൻ ദ ഫോളോയിങ് വേവ്സ്. നമുക്ക് ഇഷ്ടമുള്ള വേവ്സ് ഉപയോഗിക്കാം, പല വഴികൾ ഉപയോഗിക്കാം. നമുക്ക് ഏത് വഴി വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാം. ഏത് വഴി ഉപയോഗിച്ചതായാലും നമുക്ക് ഇത് ജനങ്ങളിലോട്ട് എത്തിക്കണം. ഹോസ്പിറ്റലിന്റെ ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളിലോട്ട് എത്തിക്കണം. അതായിരിക്കണം നമ്മുടെ പ്രധാനപ്പെട്ടത്. ഒന്നാമത് എങ്ങനെ, providing appropriate information to patients, their relatives and visitors. ഫസ്റ്റ് എങ്ങനെ എത്തിക്കാം, ഫസ്റ്റ് ഇത് നമ്മള് രോഗികൾക്കും, ഇത് നമ്മൾ പറഞ്ഞതാ, നമ്മൾ മുന്നേ പറഞ്ഞ പോയിന്റ്സിലുണ്ട്. കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് നമുക്ക് ഏത് വഴിയൊക്കെ എത്തിക്കാം. അതിലെ ഫസ്റ്റ് പോയിന്റ് ഇത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് വഴി ബോക്സിലുള്ളതൊക്കെ ഇമ്പോർട്ടന്റാ, അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് പിന്നെ ബോക്സിലേക്ക് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ വെറുതെ പറഞ്ഞു പോണുള്ളൂ, കാരണം സോറി, ഇത് വെറുതെ പറഞ്ഞു പോണുള്ളൂ. എന്തുകൊണ്ടാ, നമ്മളിത് ഒരു പ്രാവശ്യം പറഞ്ഞതാ, പഠിച്ചു പോയ കാര്യമാണ്, രണ്ടാമതും പറയണതുള്ളൂ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിന്റെ ഓരോ വേസ്, ഏത് വഴിയൊക്കെ കൂടി നമുക്ക് ഏത് മാർഗങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് ജനങ്ങളിലോട്ട് എത്തിക്കാം, അതാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ എന്താ, രോഗികൾക്കും ബന്ധുക്കൾക്കും സന്ദർശകർക്കും വിസിറ്റേഴ്സിനും ഉചിതമായ വിവരങ്ങൾ നമുക്ക് നൽകാം. അവർക്ക് യോജിച്ച പ്രൊവൈഡിങ് അപ്രോപ്രിയേറ്റ് ഇൻഫർമേഷൻ, അവർക്ക് സൂട്ടബിൾ ആയ ഏത് ഇൻഫർമേഷൻ നമുക്ക് ആർക്കൊക്കെ എത്തിക്കാം, പേഷ്യൻസിന് എത്തിക്കാം, അതുപോലെ അവരുടെ റിലേറ്റീവ്സിന്, പിന്നെ വന്ന വിസിറ്റേഴ്സിന് നമ്മൾ എത്തിക്കാം. അറ്റ് എൻക്വയറി എങ്ങനെ എത്തിക്കാം, എൻക്വയറി ആൻഡ് രജിസ്ട്രേഷൻ എങ്ങനെ എത്തിക്കാം, നമ്മൾ അതിന്റെ ഓരോ അന്വേഷണങ്ങൾ, എൻക്വയറി നമ്മൾ ആ ഹോസ്പിറ്റലിനെ കുറിച്ച് അന്വേഷിക്കും. പിന്നെ രജിസ്ട്രേഷൻ, അവിടെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്തും രജിസ്ട്രേഷൻ സമയത്തും നമുക്ക്
അത് അറിയാം. പിന്നെ ഓൺ പേഷ്യന്റ് ഡിസ്ചാർജ് റിഗാർഡിംഗ് ഹിസ് ഓർ ഹെർ ഹെൽത്ത് സ്റ്റാറ്റസ് ആൻഡ് ഫോളോ അപ്പ് എന്ന് വെച്ചാൽ എന്താ, എല്ലാ പേഷ്യൻസിനും, ഇപ്പൊ ഹോസ്പിറ്റലിൽ ഒരുപാട് പേഷ്യൻസ് ഉണ്ട്, അവനായാലും അവളായാലും അങ്ങനെ എല്ലാ പേഷ്യൻസിനും അവരുടെ ആരോഗ്യ ഹെൽത്ത് കണ്ടീഷനിലും പിന്നെ അവർ ആ ഫോളോ അപ്പിനെ സംബന്ധിച്ച് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തും നമുക്ക് എന്താ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പൊ ഒന്നാമത്തെ ഫസ്റ്റ് എന്താ, അവർക്ക് സൂട്ടബിൾ ആയ നല്ല അപ്രോപ്രിയേറ്റ് ആയ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തുകൊണ്ട് വിസിറ്റേഴ്സിനും പേഷ്യൻസിനും പിന്നെ റിലേറ്റീവ്സിനും നമ്മൾക്ക് ഈ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എൻക്വയറി രജിസ്ട്രേഷൻ വഴി പിന്നെ ഓൺ പേഷ്യന്റ് ഡിസ്ചാർജ് പേഷ്യന്റിന് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവർക്ക് നല്ല ഫോളോ അപ്പ്, അവർ ആ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ആയ സമയം മുതൽ നമ്മൾ അവരെ ട്രീറ്റ്മെന്റ് ചെയ്തതും അതുവരെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യണ വരെയും അവരെ കൂടെ നിന്ന് ഓരോ ഫോളോ അപ്പ് ഡെയിലി നമ്മൾ രാവിലെ പോയി അവരെ നോക്കി ഉച്ചയ്ക്ക് പോയി അങ്ങനെ ഓരോ ഫോളോ അപ്പ് എടുക്കുന്നതും അതിൽ പെടും. ഹെൽത്ത് സ്റ്റാറ്റസ്, അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണ്, ഇന്നെങ്ങനെയാണ്, നാളെ അങ്ങനെ ഡിസ്ചാർജ് ചെയ്യണ വരെയുള്ള ആ ഒരു ഫോളോ അപ്പും അവരുടെ മനസ്സിൽ പതിയില്ലേ. നമ്മൾ അവിടെ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ട്, നമ്മൾ അവരെ നല്ലോണം നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയാലും പറയും ആ ഹോസ്പിറ്റലിലെ നഴ്സുമാരായാലും അവിടുത്തെ സ്റ്റാഫ് ആയാലും നല്ല ഒരു ഇതായിരുന്നു, കൂടെ വന്ന് നോക്കി എന്നൊക്കെ പറയും ഇല്ലേ. അപ്പൊ അതും നമുക്കൊരു പോസിറ്റീവ് ആണ്. പിന്നെന്താ, ഡിസ്ചാർജ് ഇന്റർവ്യൂ വിത്ത് അറ്റൻഡിങ് ഫിസിഷ്യൻ ക്യാൻ സെർവ് ദിസ് പർപ്പസ് വെൽ. എന്താ അതെന്താ പറഞ്ഞേ, ഈ ഫിസിക്കൽ അറ്റൻഡർമാര് എന്ന് വെച്ചാല് ശാരീരികമായിട്ട് നമ്മൾ എന്തെങ്കിലും പരിശോധിക്കും ഫിസിക്കലായിട്ട്. ഫിസിഷ്യൻ ആണ്, ഫിസിക്കൽ അല്ല ഫിസിഷ്യൻ ആണ്. അപ്പൊ എന്താ, ഡിസ്ചാർജ് ഇന്റർവ്യൂ വിത്ത് അറ്റൻഡിങ് ഫിസിഷ്യൻ ക്യാൻ സെർവ് പർപ്പസ് എന്ന് വെച്ചാൽ ഫിസിഷ്യൻ ഫിസിഷ്യൻ അറ്റൻഡ് ചെയ്യണ ആ ഒരു ഡിസ്ചാർജിന്, നമ്മുടെ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്യണ സമയത്ത് നമ്മൾ ആരാണ് നോക്കുന്നത്, ഫിസിഷ്യൻ ആണ്. ആ പേഷ്യന്റിനെ ഏത് ഡോക്ടറാണോ നോക്കണേ ആ ഒരു ഡോക്ടറെ പറയുന്നത് ഫിസിഷ്യൻ. ഇപ്പൊ ഓർത്തോ പേഷ്യന്റ് ഡിസ്ചാർജ് ആവുകയാണെങ്കിൽ ആ ഓർത്തോ പേഷ്യന്റ് ഫസ്റ്റ് വന്നുകൊണ്ട് ഡിസ്ചാർജ് ആയെന്ന് പറയും. അപ്പൊ പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്ത ആ ഒരു ഡോക്ടർ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്താ, പേഷ്യന്റിനോട് കാര്യങ്ങളൊക്കെ പറയും. നിങ്ങൾക്ക് നിന്ന് വീട്ടിൽ പോവാം, വീട്ടിൽ ചെന്നാൽ അങ്ങനെ കൈ അനക്കരുത്, കാലനക്കരുത്, ഭാരപ്പെട്ടത് എടുക്കരുത്, അങ്ങനെയുള്ള ആ ഒരു ചെറിയൊരു ഇന്റർവ്യൂ പോലെ നമുക്ക് പറഞ്ഞു തരും ഇല്ലേ. ഡിസ്ചാർജ് ഇന്റർവ്യൂ വിത്ത് ആരെ തന്നെ, അറ്റൻഡിങ് ഫിസിഷ്യൻ, നമ്മളെ ഏത് ഡോക്ടറാണോ അറ്റൻഡ് ചെയ്യണം അവർ തരും. സെർവ് ദിസ് പർപ്പസ് വെൽ. അത് നമ്മൾ എന്താ, അത് നമുക്ക് നല്ല ഇതായിട്ട് തോന്നും. ആ ഡോക്ടർ പോണ സമയത്ത് ചില ഡോക്ടർമാര് പേഷ്യന്റിനെ കാണാൻ കൂടി വരില്ല, റൗണ്ട്സ് കഴിഞ്ഞ് വെറുതെ ചിലപ്പോ റൗണ്ട്സിൽ കൂടി മലയാളി സിസ്റ്റർമാരോട് പറയും ഇന്നാ പേഷ്യന്റ് ഡിസ്ചാർജ് ആണെന്ന് പറയും. അപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും ഡോക്ടറോട് പറയാനുണ്ടാവും, നമ്മൾ ഡിസ്ചാർജ് ആവുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനൊക്കെ നമുക്ക് ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഡോക്ടറെ വെയിറ്റ് ചെയ്തിരിക്കും. പക്ഷെ സിസ്റ്റർ വന്നുകൊണ്ട് നമ്മളോട് അറിയും ഇന്ന് നിങ്ങൾക്ക് വീട്ടിൽ പോവാ ഡോക്ടർ പറഞ്ഞു എന്ന് പറയും അല്ലെ. അപ്പൊ നമ്മൾ പറയാനുള്ളത് സിസ്റ്റർമാരോട് പറയും, അവര് ചിലപ്പോ ഡോക്ടറോട് പറയും, അവർ ആ ഡിസ്ചാർജിന്റെ തിരക്കിൽ കൂടി പോകും. അല്ലാതെ നല്ല ഹോസ്പിറ്റലിൽ നല്ല ഡോക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ എന്താ, നമ്മുടെ അടുത്ത് രാവിലെ വരും, നമ്മുടെ കണ്ടീഷൻ നോക്കും, നമ്മളോട് കാര്യങ്ങളൊക്കെ പറയും, നമുക്ക് ഒരു ചെറിയ ഇന്റർവ്യൂ പോലെ അവർ പറഞ്ഞു തരും അല്ലെ. അവർ നമ്മളോട് ഓരോ കാര്യങ്ങൾ ചോദിക്കും. അത് നമുക്കൊരു പോസിറ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതാണ് ലാസ്റ്റ് പോയിന്റ്, ഡിസ്ചാർജ് ഇന്റർവ്യൂ വിത്ത് അറ്റൻഡിങ് ഫിസിഷ്യൻ. ആ ഡോക്ടർ അവരെ അറ്റൻഡ് ചെയ്ത ഏത് ഡോക്ടറാണോ അവര് സെർവ് ദിസ് പർപ്പസ് പോലെ അവര് സഹായിക്കുന്നത്. അത് പിന്നീട് എന്തായിട്ട് തോന്നും, അവർ ആ ഹെൽപ്പ് ഇല്ലേ, അത് നല്ല കാര്യങ്ങൾ ഇന്റർവ്യൂ ചെയ്യണ പോലെ നല്ല എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമ്പോൾ ആ പേഷ്യന്റിന് ഒരു ഇതായിട്ട് തോന്നും. അപ്പൊ അങ്ങനെ നമുക്ക് ഹോസ്പിറ്റലിന്റെ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പൊ ഇത് യൂസ് ചെയ്യണത് നല്ല ഇൻഫർമേഷൻ കൊടുക്കണം, നല്ല ഇൻഫർമേഷൻ കൊടുക്കണം. അതിന്റെ ഫസ്റ്റ് വൺ ആണ് എൻക്വയറി രജിസ്ട്രേഷൻ. സെക്കൻഡ് വൺ ഡിസ്ചാർജ് പേഷ്യന്റ്, അവരുടെ ഡിസ്ചാർജ് സമയത്തുള്ള അവരുടെ ആ ഹെൽത്ത് സ്റ്റാറ്റസ്, അവരുടെ കണ്ടീഷൻസ് അതൊക്കെ നമ്മൾ ഫോളോ അപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ ഡേയ്സിലും അവര് എന്ന് അഡ്മിഷനായി അന്ന് മുതലുള്ള ഫോളോ അപ്പ് എടുത്തിട്ടുണ്ടെങ്കിലും അതും നമുക്കൊരു ഇതാണ്. പിന്നെന്താ, ഡിസ്ചാർജ് സമയത്ത് ആ പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ നേരിട്ട് വന്ന് അവരോട് ഓരോ കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂ പോലെ അവരെ വീട്ടിൽ ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതും സെർവ് ദിസ് പർപ്പസ് വെൽ. അതും അവരെ നല്ല കാര്യത്തിന് സഹായിക്കും അല്ലെ, കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് കൂട്ടാനായിട്ട് സഹായിക്കും. രണ്ടാമത് എന്താ, നമ്മൾ ഫസ്റ്റ് ആണ് പ്രൊവൈഡിങ് അപ്രോപ്രിയേറ്റ് ഇൻഫർമേഷൻ പറഞ്ഞത്. കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സിന്റെ ഫോളോവിങ് വേവ്സ് പറയുള്ളൂ. ഈ ഓരോ വേവ്സ്, ഓരോ വഴികൾ ആശയവിനിമയം നടത്താനുള്ള ഇത് ഫസ്റ്റ് വേവ്സ് ഇൻഫർമേഷൻ പാസ് ചെയ്യുക അല്ലെ, നല്ല സൂട്ടബിൾ ആയ ഇൻഫർമേഷൻ പാസ് ചെയ്യുക. ആ ഇൻഫർമേഷൻ പാസ് ചെയ്യേണ്ടതിന്റെ 3 പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ,
ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് ഫസ്റ്റ്. സെക്കൻഡ് വൺ, an open house approach to the visitors without interfering in the routine medical care functions. എന്താ പറഞ്ഞേ? ഒരു തുറന്ന സമീപനം, ഓപ്പൺ ഹൗസ് അപ്രോച്ച്. നമ്മള് ഓപ്പൺ ആയിട്ട് ഒന്നും ഉള്ളിൽ വെക്കാതെ ഒരു തുറന്ന സമീപനം. എങ്ങനെ ദ വിസിറ്റേഴ്സ് വിത്തൗട്ട് ഇന്റർഫിയറിംഗ് ഇൻ ദ റുട്ടീൻ മെഡിക്കൽ കെയർ. സ്ക്രീൻ പോയാ എല്ലാവർക്കും കാണുന്നുണ്ടാ? ആരും അശ്വിൻ ഓക്കെ കാണുന്നുണ്ട്. ഇവിടെ പോയില്ല. ഓക്കെ, അപ്പം രണ്ടാമത്തത് നമ്മള് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്യാനുള്ള വേവ്സിൽ പറയുന്ന അതിന്റെ വഴികളിൽ ഒന്നാമത്തെ അപ്രോപ്രിയേറ്റ് ആയ ഇൻഫർമേഷൻ പാസ് ചെയ്യുക. രണ്ടാമത്തെ എന്താ? ആൻ ഓപ്പൺ ഹൗസ് അപ്രോച്ച് എന്ന് വെച്ചാൽ എന്താ? പതിവ് മെഡിക്കൽ കെയർ. നമ്മള് റൊട്ടീൻ മെഡിക്കൽ കെയർ ഡെയിലി ചെയ്യണ ഒരു പേഷ്യന്റ് അവിടെ ഹോസ്പിറ്റലിൽ കിടന്നു. ആ പേഷ്യന്റിന് ഡെയിലി നമ്മൾ എന്ത് കൊടുക്കും? മെഡിക്കൽ കെയർ കൊടുക്കും. എങ്ങനെ? ഡെയിലി നമ്മൾ വന്നു TPR നോക്കും, പേഷ്യൻസിന് ടെമ്പറേച്ചർ ഉണ്ടോ, അത് നമ്മൾ രേഖപ്പെടുത്തും ഇല്ലേ? അപ്പൊ റുട്ടീനാണ്. രാവിലെ തന്നെ നമ്മൾ റൂമിൽ ഇപ്പൊ അഡ്മിറ്റ് ആയ പേഷ്യന്റ് രാവിലെ ആണെങ്കിൽ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോ തന്നെ നമ്മൾ വെളുപ്പിന് 5 മണി 5:30 ആവുമ്പോ നമ്മുടെ റൂമിന്റെ മുമ്പിൽ മുട്ടും അല്ലെ? അപ്പൊ നമ്മൾക്ക് നമ്മളെ പുറമേക്കണ ഒരു ബുദ്ധിമുട്ടാണ്. ഇവര് രാവിലെ തന്നെ വന്നു, അവര് രാവിലെ തന്നെ വന്ന് അവരുടെ ആ കടമകൾ ചെയ്തു വെക്കും. ടെമ്പറേച്ചർ നോക്കും, നമ്മുടെ അപ്പൊ തന്നെ വായല് അതിന്റെ ഇത് വെക്കും, പിന്നെ പ്രഷർ നോക്കും. അപ്പൊ അതിന്റെ പുറകെ ബ്ലഡ് എടുക്കാനുള്ളവർ വരും അല്ലെ? അതിങ്ങനെ ഡെയിലി നടന്നുകൊണ്ടിരിക്കണം. ആ ഡെയിലി റുട്ടീൻ മെഡിക്കൽ കെയർ ഫങ്ഷൻസ്. പിന്നെ നമുക്ക് തരാം, ഭക്ഷണം കഴിച്ചോ, ചായ കുടിച്ചോ, ഇത് കഴിഞ്ഞാൽ മരുന്ന് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ തരും. അപ്പൊ അങ്ങനെ നമ്മൾക്ക് പതിവ് മെഡിക്കൽ കെയർ പ്രവർത്തനങ്ങളിൽ എന്ന് വെച്ചാൽ പതിവായിട്ട് ഡെയിലി നമുക്ക് ആ മരുന്നുകൾ തരുന്ന ആ കാര്യങ്ങളിൽ ഇടപെടാതെ, അതുകൂടാതെ അതിൽ ഇടപെടാതെ അല്ലാതെ നമുക്ക് എന്താ, അവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ, ബൈസ്റ്റാൻഡർ, പേഷ്യന്റിന്റെ ഡെയിലി കാര്യങ്ങൾ കൂടാതെ നമ്മൾക്ക് പേഷ്യന്റിന്റെ കൂടെ നിൽക്കുന്ന വിസിറ്റേഴ്സ് അല്ലെ, ബൈസ്റ്റാൻഡർ, അവരോട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു തുറന്ന ഓപ്പൺ ഹൗസ് അപ്രോച്ച്. അവരോട് ഒരു തുറന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും സംസാരിക്കുക എന്ന് വെച്ചാൽ അവരോട് ഒരു നല്ലൊരു ഇന്ററാക്ഷൻ, നല്ലൊരു അടുപ്പുണ്ടാക്കിയെടുക്കുക വിസിറ്റ് പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡറോട് അല്ലെ? അപ്പൊ നമ്മൾ ഡെയിലി ഇങ്ങനെ വരുമ്പോൾ നമ്മളിങ്ങനെ ഡെയിലി വന്ന് പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡർ ഡെയിലി ഇപ്പം റൂമിലേക്ക് ആണെങ്കിൽ പകല് നിൽക്കുന്ന ആളാവില്ല നൈറ്റ് നിൽക്കുന്നത്. പകല് ഒരു മോൾ നിന്നാൽ നൈറ്റ് ആകുമ്പോൾ ഒരു മോളായിരിക്കും. ചിലപ്പോ മോൾ അങ്ങനെ മാറിയാണ് നമ്മൾ വന്നു നിൽക്കണേ. നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. പേഷ്യന്റ് ഒരാഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്, ഒരാഴ്ച പേഷ്യന്റ് അഡ്മിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ വന്ന് പേഷ്യന്റിനെ നോക്കി ടെമ്പറേച്ചർ ഉണ്ടോ അതപ്പൊ തന്നെ രേഖപ്പെടുത്തി നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല, നമ്മൾ പോകുകയാണ്. പക്ഷെ അങ്ങനെ ചെയ്യരുത്. നമ്മൾ എന്താ, ഇന്ന് മോനാണ് അടുത്ത് നിൽക്കണമെങ്കിൽ നമ്മൾ അവരോട് സംസാരിക്കുക. അപ്പൊ രാത്രി ആര് നിൽക്കും? അപ്പൊ അവര് പിറ്റേ ദിവസം നമ്മൾ ചെല്ലുമ്പോ വീണ്ടും അവരുണ്ടാവും അല്ലെ? അപ്പൊ അവരോട് എന്തെങ്കിലും നമ്മളൊന്നും കൂടി സംസാരിക്കുക. അവരോടൊരു ഓപ്പൺ ഹൗസ് നമ്മൾ മൈൻഡില് അവരോടൊരു തുറന്ന് സംസാരിക്കാം. അതും നമ്മൾ ഇതിന്റെ നല്ല കാര്യമില്ലേ? അതെങ്ങനെയാണ് നോക്കണേ. അത് രണ്ടാമത്തെ പോയിന്റ് എന്താ? ഒരു ഓപ്പൺ ഹൗസ് അപ്രോച്ച് ടു ദ വിസിറ്റേഴ്സിനോട് തുറന്ന് സംസാരിക്കാം. ഇന്റർഫറിംഗ് ദ റുട്ടീൻ മെഡിക്കൽ കെയർ, അവർക്ക് കൊടുക്കണ ട്രീറ്റ്മെന്റിന്റെ ഡെയിലി ചെയ്യണ കാര്യങ്ങളല്ലാതെ അവരോടൊരു തുറന്ന ഒരു അപ്രോച്ച് ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, അതെങ്ങനെയാണെന്നാ നോക്കണം. അതിൽ 3 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ലാർജ് നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ടു പേഷ്യൻസ് കനോട്ട് ബി അവോയ്ഡഡ് ഇൻ അവർ പെക്യുലിയർ സോഷ്യോ കൾച്ചറൽ എത്തോസ് എന്ന് വെച്ചാൽ എന്താ? സോഷ്യോ കൾച്ചറൽ എത്തോസ് എന്ന് വെച്ചാൽ സാമൂഹിക സാംസ്കാരിക ധാർമ്മികത എന്ന് വെച്ചാൽ സാമൂഹിക സാംസ്കാരിക, സോഷ്യോ എന്ന് വെച്ചാൽ സമൂഹം, പിന്നെ കൾച്ചർ എന്ന് വെച്ചാൽ എന്താ? സാംസ്കാരികമായിട്ട് അതിന്റെ ആ ഒരു ധാർമ്മികതയിൽ രോഗികളെ സന്ദർശിക്കുന്ന ഒരുപാട് ആളുകൾ. എങ്ങനെ നമ്മളിപ്പോ പറയുന്നത് ഹോസ്പിറ്റലിലേക്ക് ആവുമ്പോൾ നമ്മൾ വിസിറ്റേഴ്സ്, പേഷ്യന്റിനെ വിസിറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് പലതരത്തിലുള്ള ആൾക്കാർ വരും. അവരുടെ റിലേറ്റീവ്സ് ആയാലും ലാർജ് നമ്പർ ഓഫ് വിസിറ്റേഴ്സ്, പേഷ്യൻസ്, അപ്പൊ അങ്ങനെ ഒരുപാട് പേര് വരും. അതില് നമ്മൾ അവോയ്ഡ് ചെയ്യണം പെക്യുലിയർ സോഷ്യൽ. ഇപ്പൊ അതിൽ നമ്മൾ എല്ലാവരെയും ഒരുപോലെ കാണരുത് അല്ലെ? ചില മതപണ്ഡിതന്മാര് വരുമ്പോ ചിലർക്കൊന്നും ഇഷ്ടാവില്ല,
ചിലർ ഇങ്ങനെ ആയിരിക്കും. നമ്മൾ അവരോടൊക്കെ നമ്മൾ സംസാരിക്കും, അവർക്കൊരു നമ്മളത് നോക്കണം. ആരാണ് സോഷ്യോ കൾച്ചറൽ എത്തോസ്, കുറച്ച് മതസാമൂഹിക ആൾക്കാർ വരും, അവർ സാംസ്കാരിക ധാർമ്മികതയിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് വേണം വിസിറ്റേഴ്സിനോട് സംസാരിക്കാനായിട്ട്. നമുക്ക് കാണുമ്പോ തന്നെ അറിയാം, ഒരു സാധാരണ ഒരു മോൻ സാധാരണ ലെവലില് ഒരു അമ്മയുടെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ സോഷ്യോ കൾച്ചറൽ എത്തോസ് അങ്ങനെ ഒരു സാമൂഹികമായിട്ട് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ അവരോട് ഇടപെടുമ്പോൾ അത് അവോയ്ഡ് ചെയ്യുക. അവരോട് ആ ഒരു വിസിറ്റേഴ്സിനോട് സംസാരിക്കുമ്പോൾ നമ്മൾ ആ ഒരു റിലേഷൻ കീപ്പ് ചെയ്തിട്ട് ഒരു ഡിസ്റ്റൻസ് ഇടുക. സാധാരണ ഓപ്പൺ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു, അതിന്റെ ആ ഒരു കാര്യം നമ്മൾ ഇവിടെ ചെയ്യണം സോഷ്യോ കൾച്ചറൽ എത്തോസിനോട്. അതാ ഒരുപാട് വിസിറ്റേഴ്സ് പേഷ്യൻസിനെ കാണാൻ വരും, പക്ഷെ അതില് പേഷ്യൻസ് കനോട്ട് ബി അവോയ്ഡഡ്. നമ്മൾ അവോയ്ഡ് ചെയ്യരുത്. ആരോടാ? അവർ പെക്യുലിയർ സോഷ്യോ കൾച്ചറൽ. ഇപ്പൊ നമ്മൾ ഓപ്പൺ ഇതിനെ കുറിച്ച് എന്താ പറഞ്ഞ ഓപ്പൺ ഹൗസ് അപ്രോച്ച് എങ്ങനെ ചെയ്യാമെന്നല്ലേ. അപ്പൊ ഇവരോട് നമ്മൾ അതേ രീതിയിൽ നിൽക്കരുത്. പിന്നെന്താ, നമ്മളത് ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ശ്രദ്ധിക്കണം. സോഷ്യോ കൾച്ചറൽ തോസ് അത് അണ്ടർലൈൻ ചെയ്തിടാം. നമുക്ക് ചോദിക്കും, പേഷ്യൻസ് കനോട്ട് ബി അവോയ്ഡഡ്. അവർ നമ്മൾ ആരോടാണ് അവോയ്ഡ് ചെയ്യേണ്ടത്? പെക്യുലിയർ സോഷ്യോ കൾച്ചറൽ എത്തോസ്. അപ്പൊ അവര് പേഷ്യൻസിനെ കാണാൻ വരുമ്പോൾ നമ്മൾ ആ വിസിറ്റേഴ്സിനെ കാണാനായിട്ട് അനുവദിക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല, അല്ലെ? അപ്പൊ ഈ വിസിറ്റേഴ്സ് എന്തിനാ വന്നത്? ഈ സോഷ്യോ കൾച്ചറൽ എത്തോസ് അവരൊക്കെ എന്തിനാ വന്നേ? പേഷ്യൻസിനെ കാണാനാ വന്നേ. അപ്പൊ ആ സമയത്ത് നമ്മൾക്ക് പേഷ്യൻസിനെ കാണാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂല. പിന്നെ അവരോട് നമ്മൾ എന്തെങ്കിലും മുഷിച്ച് സംസാരിച്ചാൽ അവരെന്തായിരിക്കും? അവര് പൊതുപ്രവർത്തകരായിരിക്കും, പുറത്തിറങ്ങി പ്രവർത്തിക്കുന്നവരാ, അല്ലെ? സമൂഹത്തിലെ വേറെ പ്രവർത്തകരായിരിക്കും. അപ്പൊ അവർക്ക് അത് ഇഷ്ടപ്പെടില്ല. അപ്പൊ നമ്മളിപ്പോ ഒരു ടൈം കഴിഞ്ഞു, പേഷ്യൻസിനെ കാണുന്ന ടൈം കഴിഞ്ഞു, അവര് വന്ന് പുറത്ത് നിൽക്കണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരോട് നമ്മൾ നോക്കാം. ഇവര് വലിയ പാർട്ടിയുടെ വേറെ എന്തെങ്കിലുമൊക്കെ സോഷ്യൽ കൾച്ചറൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാംസ്കാരിക ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരോട് നമ്മൾ എന്ത് വേണം? കാണിക്കാനുള്ള ഒരു ഇത് കാണിക്കണം. അവരോട് നമ്മൾ വിസിറ്റേഴ്സിനെ കാണാൻ പറ്റില്ല എന്ന് പറയരുത്. നമ്മൾ അങ്ങനെ നോക്കിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. പിന്നെന്താ, ദ ക്വയറീസ് ഓഫ് റിലേറ്റീവ്സ് ആൻഡ് വിസിറ്റേഴ്സ് ക്യാൻ ബി സാറ്റിസ്ഫൈഡ് വിത്ത് എ ഡോക്ടർ ഓർ സീനിയർ നഴ്സ്. എന്ന് വെച്ചാൽ എന്താ, നമ്മൾ വാർഡുമായിട്ട് പരിചയമുള്ള ഇപ്പൊ എന്താ, ദ ക്വയറീസ് ഓഫ് റിലേറ്റീവ്സ് ആൻഡ് വിസിറ്റേഴ്സ് ക്യാൻ ബി സാറ്റിസ്ഫൈഡ് വിത്ത് എ ഡോക്ടർ. എന്ന് വെച്ചാൽ വാർഡുമായിട്ട് പരിചയമുള്ള ഒരു സീനിയർ നഴ്സ് അല്ലെങ്കിൽ ഡോക്ടർ അവരുടെ ആവശ്യത്തിനായിട്ട് സന്ദർശന ശൈലിയിൽ വരുന്നത് നല്ലത്. ഇപ്പൊ എന്താ വെച്ചാൽ വാർഡിലൊക്കെയാണ് പേഷ്യന്റ് കിടക്കേണ്ടത് വിചാരിക്കുക. അപ്പൊ ഒരു പേഷ്യന്റ് ഒരു വാർഡിൽ കിടക്കുന്നു, അവരുടെ റിലേറ്റീവ്സ് എവിടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോ അവരെ സ്വന്തത്തിൽപ്പെട്ട ഒരാള് അടുത്ത വാർഡിൽ കിടക്കുന്നുണ്ട്. അപ്പൊ അവരിവരോട് ചോദിക്കുകയാണ്, ആരിവിടെ കിടക്കണേന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞു ഇന്ന ആളാണെന്ന് പറഞ്ഞു. അപ്പൊ അവര് മറ്റു വാർഡിൽ കിടക്കുന്ന ആ പേഷ്യൻസിന്റെ റിലേറ്റീവ്സിന് ഇവരെ കാണാൻ വരണം, അല്ലെ? വേറെ വാർഡിലോട്ട് കാണാൻ വരണം. അപ്പൊ അവർക്ക് വാർഡുമായിട്ട് അവർക്ക് പരിചയമുള്ള ഒരു സീനിയർ അല്ലെങ്കിൽ നഴ്സ് അവരെ കാണാൻ വരണമെങ്കിൽ ഒരു പേഷ്യൻസ് ഇപ്പൊ ബൈസ്റ്റാൻഡർ അല്ല, ബൈസ്റ്റാൻഡർ ആണെങ്കിലും നമ്മൾ അനുവദിക്കണം, അല്ലെ? അപ്പൊ നമ്മളെ കാണാൻ പറ്റില്ല, നിങ്ങൾ ആ റൂമിലെ പേഷ്യന്റ് അല്ലേ എന്ന് പറഞ്ഞു നിന്നാൽ നമുക്ക്. അതുപോലെ തന്നെ അവിടെ ഹോസ്പിറ്റലില് നഴ്സ് ആയാലും ഡോക്ടർ ആയാലും വേറെ സീനിയർ നഴ്സുമാരുണ്ടാവും, അവർക്ക് പരിചയം ഉണ്ടാവും ഈ പേഷ്യന്റിനെ. ഈ പേഷ്യന്റ് ചിലപ്പോ വേറെ വാർഡിൽ കിടന്നിട്ടുണ്ടാവും, അവിടെ കിടന്ന പരിചയം കൊണ്ട് ആ വാർഡിൽ സിസ്റ്റർ പറയുകയാണ് ഇന്ന പേഷ്യന്റ് ഇവിടെ കിടക്കുന്നുണ്ട്, എനിക്ക് കാണണം എന്ന് പറഞ്ഞാല് നമ്മൾ എന്താ, അവരെ സന്ദർശന ടൈം ആണെങ്കിലും അല്ലെങ്കിലും വാർഡിലായിട്ട് അവരെ കാണിപ്പിക്കണം. അതാണ് ഇവിടെ പറഞ്ഞത്. ദ ക്വയറീസ് ഓഫ് റിലേറ്റീവ്സ്, ആരെങ്കിലും റിലേറ്റീവ്സ് ആയാലും വിസിറ്റേഴ്സ് ക്യാൻ ബി സാറ്റിസ്ഫൈഡ്. അവർക്ക് സാറ്റിസ്ഫൈ ആകണമെങ്കിൽ എന്താ, ഡോക്ടർ ഓർ സീനിയർ നഴ്സ് അവരെ പരിശോധിച്ച് മുന്നേ നോക്കിയിരുന്ന ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു നഴ്സ് അവരുടെ അതേ പേഷ്യന്റ് വേറെ വാർഡിൽ കിടപ്പുണ്ടെങ്കിൽ അവരെ വിസിറ്റ് ചെയ്യാനായിട്ട് ചെല്ലുമ്പോ അത് ആ പേഷ്യൻസിനായാലും അവരുടെ റിലേറ്റീവ്സിനായാലും ഒരു തൃപ്തിയല്ലേ, ഒരു സന്തോഷമായിരിക്കും. ഓ, ആ പേഷ്യന്റ് ഞങ്ങളെ പണ്ട് നോക്കിയ ഡോക്ടർ അല്ലേ അത്, ഞങ്ങളെ കാണാൻ വന്നില്ലേ, അല്ലെങ്കിൽ ആ നഴ്സല്ലേ ഞങ്ങളെ കാണാൻ വന്നില്ലേ എന്നൊക്കെ പറയും, അല്ലെ? അപ്പൊ അങ്ങനെയും നമുക്ക് ചെയ്യാം, അതും ശ്രദ്ധിക്കണം. പിന്നെന്താ പറഞ്ഞേ, കോൺവെർസന്റ് വിത്ത് വാർഡ് മേഡ് അവൈലബിൾ ഇൻ എന്താ വാർഡ് ഡ്യൂറിങ് വിസിറ്റിംഗ് അവേഴ്സ് ഫോർ ഹിസ്. വിസിറ്റിംഗിന്റെ ടൈമിലാണ് കേട്ടോ, വിസിറ്റിംഗ് അവേഴ്സിലാണ് ഫോർ ഹിസ് പർപ്പസും. അതിന്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ, എന്താ വിസിറ്റിംഗ് ടൈമില് പേഷ്യൻസിനൊക്കെ നോക്കിയത്. അപ്പൊ വിസിറ്റിംഗ് ടൈമിൽ നമുക്ക് പേഷ്യൻസിന് ആർക്ക് വേണമെങ്കിലും കാണാം, ബൈസ്റ്റാൻഡറിന് ഡോക്ടർക്ക് ആർക്ക് വേണമെങ്കിലും കാണാം. അപ്പൊ ആ സമയത്ത് ഡോക്ടർ നോക്കിയ ഡോക്ടറിന്റെ അടുത്ത് പോയി ഡോക്ടർ എങ്ങാനും
ഇന്ന പേഷ്യന്റ് ഇവിടെ കിടക്കണ്ടെന്ന് പറഞ്ഞ് അതിനെ കാണാനായിട്ട് വരുമ്പോ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റിനും റിലേറ്റീവ്സിനുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, അതാണ് ഇവിടെ പറഞ്ഞത്. മൂന്നാമത്തെ എന്താ, അഡ്മിനിസ്ട്രേറ്റീവ് റൗണ്ട് ബൈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അറ്റ് ഡിഫറെന്റ് ലെവൽ ഹൗവർ ദേ ഷുഡ് അബ്നോർമൽ ആസ് പോസിബിൾ. എന്താ, വിവിധ തലങ്ങളിലുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരുടെ അഡ്മിനിസ്ട്രേറ്റർ റൗണ്ടുകൾ അവരോട് കഴിഞ്ഞിട്ടുള്ളത്. എന്താന്ന് വെച്ചാൽ എന്താ, അഡ്മിനിസ്ട്രേറ്റീവ് റൗണ്ട് ബൈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അറ്റ് ഡിഫറെന്റ്. പല ഹോസ്പിറ്റലില് അഡ്മിനിസ്ട്രേറ്റർമാര് അവരെന്ത് ചെയ്യും, അവർക്കെല്ലാം ഈ നമ്മളിപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനാണ് പഠിക്കുന്നത്, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു ഇതില്, ആ ഹോസ്പിറ്റലിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു. ഇതൊന്നും നമുക്ക് വേണ്ട. നമ്മൾ എന്തിനൊക്കെ പഠിച്ചത്, നമുക്ക് ഇതില് നമ്മൾ നഴ്സിന്റെ ഡ്യൂട്ടി നമ്മൾ പഠിച്ചു, മോർച്ചറി പഠിക്കുന്നുണ്ട്, ആംബുലൻസ് എന്താണെന്ന് പഠിക്കുന്നുണ്ട്. ഇതിലെല്ലാം ആ ഹോസ്പിറ്റലിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ എന്തിനാ പഠിക്കണേ, നമ്മൾ അവിടെ പോയി ജോലി ചെയ്യുന്നുണ്ടാ? ഇല്ല, നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററാ. പക്ഷെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയതുകൊണ്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും അറിഞ്ഞിരിക്കണം. എന്തിനാ, ഇപ്പൊ ഇവിടെ പറഞ്ഞു അഡ്മിനിസ്ട്രേറ്റീവ് റൗണ്ട് ബൈ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ചുറ്റും ഉള്ള ആ ഒരു കാര്യങ്ങള് അഡ്മിനിസ്ട്രേറ്ററിന്റെ ആ ചുറ്റിലും നടക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ പല ലെവലുണ്ട്. ഹോസ്പിറ്റലിൽ ഡിഫറെന്റ് ലെവൽ, പല ലെവലിലുണ്ട്. അപ്പൊ ഈ അഡ്മിനിസ്ട്രേറ്റർ എല്ലാ കാര്യങ്ങളെയും റൗണ്ട് ചെയ്ത് എന്ന് വെച്ചാൽ വിവിധ തലങ്ങളിലുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര്, പല അഡ്മിനിസ്ട്രേറ്റർമാരുണ്ടാവും ഹോസ്പിറ്റലിൽ. അതിലിപ്പോ ഒരു അഡ്മിനിസ്ട്രേറ്റർ മാത്രമാവില്ല, അതിന്റെ കീഴിൽ ഇപ്പൊ വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അതിന് മാത്രമായിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, ഏറ്റവും മുകളിൽ ഉണ്ടാവും. അങ്ങനെ വിവിധ തരത്തിലുള്ള ആ അഡ്മിനിസ്ട്രേറ്റർമാര്, ഈ അഡ്മിനിസ്ട്രേറ്റർമാരുടെ റൗണ്ട്സ് നടക്കും. പിന്നെ വേറെ ഇവർക്ക് എന്താണ്, ഒരു ഓർഗനൈസേഷൻ, ഇവര് ഒരു സംഘടന കൂടും. ആ സംഘടന കൂടുമ്പോൾ എല്ലാ തലത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റർമാരും വരും. ആ ഹോസ്പിറ്റലിൽ എത്ര അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാവും, ഒരാളായിരിക്കില്ല, അതിന്റെ മേലെ ഉണ്ടാവും, ചിലപ്പോൾ അതിന്റെ കീഴേ ഉണ്ടാവും, അതിന്റെ അസിസ്റ്റന്റ് ആയിട്ട് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് പല ഡിപ്പാർട്ട്മെന്റിൽ പല കാറ്റഗറി ആയിട്ടായിരിക്കും ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി കൊടുത്തേക്കുന്നത്. അപ്പൊ വേറെ അഡ്മിനിസ്ട്രേറ്റർമാരുടെ റൗണ്ട് ചെയ്യാൻ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഫുള്ള് ഒരു സംഘടന, ഒരു ഓർഗനൈസേഷൻ പോലെ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ അവരോട് നമ്മൾ എങ്ങനെയാണ് കഴിയുന്നത്ര ഔപചാരികമായിട്ട് ഒരു എളിമയോടുകൂടി വേണം ഓരോ കാര്യങ്ങളും ഫോർമലായിട്ട് വേണം അവരോട് ഓരോ കാര്യങ്ങളും സാധിക്കേണ്ടത്, പോസിബിൾ, അങ്ങനെ സാധ്യമാക്കി എടുക്കണം. അതാണ് അവിടെ പറഞ്ഞത്. അഡ്മിനിസ്ട്രേറ്റീവ് റൗണ്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഡിഫറെന്റ് ലെവൽ, പല ലെവലിലുള്ള അഡ്മിനിസ്ട്രേറ്റർമാരുടെ ആ ഒരു റൗണ്ട്സ്, ആ ഒരു കൂടിയാലോചന വരുമ്പോൾ അവരോട് ദേ ഷുഡ് ബി ഫോർമൽ ആസ് പോസിബിൾ. സാധാരണ ഫോർമലായിട്ട്, ഇൻഫോർമൽ എന്ന് വെച്ചാൽ ഔപചാരികമായിട്ട്, നമ്മള് നല്ല ഒരു ഔപചാരികമായിട്ട് വേണം അവർക്ക് ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെടാനായിട്ട്, പോസിബിൾ ആവാന്ന് വെച്ചാൽ ആവശ്യപ്പെടാനായിട്ട്. ഓക്കെ, അപ്പൊ 3 കാര്യങ്ങളുള്ളൂ വിസിറ്റേഴ്സിനെ ഓപ്പൺ ഹൗസ് അപ്രോച്ചിൽ ചെയ്യേണ്ട 3 കാര്യങ്ങൾ. ഫസ്റ്റ് വൺ എന്താ പറഞ്ഞത്, വിസിറ്റേഴ്സിന് പെക്യുലിയർ സോഷ്യോ കൾച്ചറൽ എത്തോസ്, അതാണ് മെയിൻ ആയിട്ട് അത് അണ്ടർലൈൻ ചെയ്തിടാം. പ്രത്യേകമായിട്ട് സാമൂഹിക സാംസ്കാരിക ധാർമ്മികതയിലുള്ള രോഗികളെ സന്ദർശിക്കാനായിട്ട്, അങ്ങനെ സന്ദർശിക്കാൻ വരുന്ന ഒരുപാട് ആളുകളോട് നമ്മൾ എന്ത് ചെയ്യണം, അവരെ ഒഴിവാക്കരുത്. അവർക്ക് ഒരു പ്രത്യേക ഇത് കൊടുക്കണം, അവരെ നമ്മൾ കൺസിഡറേഷൻ ചെയ്യണം. എത്ര ഡേറ്റ് സമയം കഴിഞ്ഞെന്ന് വിചാരിച്ച് അവരെ പുറത്താക്കാണ്ട് അവർക്ക് ഒരു എന്ത് കൊടുക്കണം, അവരെ അവോയ്ഡ് ചെയ്യാതെ അവർക്ക് ലാർജ് നമ്പർ ഓഫ് വിസിറ്റേഴ്സ്, പേഷ്യൻസിന് ഒരുപാട് വരുമ്പോൾ അവർക്ക് ആ ഒരു സ്ഥാനം കൊടുക്കാം നമ്മൾ. അത് അണ്ടർലൈൻ ചെയ്തിടാം. പെക്യുലിയർ സോഷ്യോ കൾച്ചറൽ എത്തോസ്. പിന്നെന്താ, കോറീസ് റിലേറ്റീവ്സ്. രണ്ടാമത് എന്താ പറഞ്ഞേ, വാർഡില് എന്താ പറഞ്ഞ, കോൺവെർസേഷൻ വിത്ത് വാർഡ് അവൈലബിൾ വാർഡ് ഡ്യൂറിംഗ് വിസിറ്റിംഗ് അവേഴ്സ് ഹിസ് പർപ്പസ്. എന്ന് വെച്ചാൽ എന്താ, വാർഡുമായിട്ട് പരിചയമുള്ള ഏതെങ്കിലും, ആ ഒരു പേഷ്യന്റിനെ പരിചയമുള്ള ഏതെങ്കിലും സീനിയർ ഡോക്ടർ അല്ലെങ്കിൽ ഒരു സീനിയർ നഴ്സ്, അല്ലെങ്കിൽ അവരുടെ ആവശ്യത്തിനായിട്ട് അവരെന്തെങ്കിലും വരുമ്പോൾ, ആ പേഷ്യന്റിനെ കാണാൻ വരുമ്പോൾ, വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ എന്താ, ആ വാർഡിൽ പേഷ്യന്റിനെ വിസിറ്റ് ചെയ്യാനായിട്ട് അനുമതി കൊടുക്കണം. അവരെ നമ്മൾ കയറാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പാടില്ല. അവർക്കും നമ്മൾ ആ വാർഡിൽ ഒരു ഇത് കൊടുക്കാം, ഓപ്പൺ ഹൗസ് ഒരു അപ്രോച്ച് കൊടുക്കാം. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് റൗണ്ട് ബൈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ്, പല ലെവലിലുള്ള അഡ്മിനിസ്ട്രേറ്റർമാര്, ഒരുപാട് അഡ്മിനിസ്ട്രേറ്റർ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടും. അപ്പൊ അവരോട് വൈ ഷുഡ് ബി ഫോർമലായിട്ട് അവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ആയിരിക്കണം, ഫോർമലായിട്ട് ഭയങ്കര ഔപചാരികമായിട്ട് സംസാരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കണം. അത്രേ ഉള്ളൂ. അപ്പൊ ഇത് വെറുതെ അറിഞ്ഞിരുന്നാൽ മതി. സോഷ്യോ കൾച്ചറൽ എത്തോസ് വന്നത് ഏതിലാണെന്ന് ചോദിക്കും, അല്ലാതെ വേറെ ഇതൊന്നും പഠിക്കാനില്ല. സോഷ്യോ കൾച്ചറൽ എത്തോസ് വന്നത് ഓപ്പൺ ഹൗസ് അപ്രോച്ചിലാണ്.
ഓപ്പൺ ഹൗസ് അപ്രോച്ച് അണ്ടർലൈൻ ചെയ്തിടാ, സോഷ്യൽ കൾച്ചറൽ എത്തോസ് അണ്ടർലൈൻ ചെയ്തിടാ. പിന്നെ ഇതിൽ വേണ്ടത് അഡ്മിനിസ്ട്രേറ്റീവ് റൗണ്ട്സ് ബൈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് അറ്റ് ഡിഫറെന്റ് ലെവൽ, അതും അണ്ടർലൈൻ ചെയ്തിടാം. അഡ്മിനിസ്ട്രേഷന്റെ റൗണ്ട് ഡിഫറെന്റ് ലെവലിൽ അതും അണ്ടർലൈൻ ചെയ്തിടാം. ഓപ്പൺ ഹൗസ് അപ്രോച്ചിൽ വേണ്ടാണ്. മൂന്നാമത്തെ എന്താ സൈനേജ് ആൻഡ് നെയിം ബോർഡ്. സൈനേജ് ആൻഡ് നെയിം ബോർഡ് എന്ന് വെച്ചാൽ അടയാളങ്ങൾ പേരിന്റെ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അത് നമ്മൾ മുമ്പ് പറഞ്ഞു. ഈസി ടു ഫോളോ സൈനേജ് ആൻഡ് ബോർഡ്. നമ്മൾ ഈ എങ്ങനെയാണ് സൈനേജ് അടയാളങ്ങൾ വെക്കുന്നത്? പെട്ടെന്ന് എവിടെയെങ്കിലും തിരിച്ചറിയാനായിട്ട്. ഇപ്പൊ ഡോക്ടേഴ്സ്, ഇന്ന ഡോക്ടർമാർ ഇവിടെ ഉണ്ട്, ഹോസ്പിറ്റലിൽ ഉണ്ട്, അപ്പൊ നമ്മൾ ആ ഹോസ്പിറ്റലിന്റെ ഡോക്ടറെ പേര് കൊടുക്കും. പിന്നെന്താ അടയാളങ്ങൾ കൊടുക്കും. ആരോമാർക്ക് നമ്മുടെ അന്വേഷണം ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മള് ഓപ്പറേഷൻ തിയേറ്റർ എവിടെയാണ്, എമർജൻസി ആയ കാഷ്വാലിറ്റി എവിടെയാണ് എന്ന് നമ്മൾ അന്വേഷിച്ച് നടക്കണ്ട. ആ എൻട്രി വരുമ്പോ തന്നെ അവിടെ അതിലൊരു ആരോമാർക്ക് ഇട്ടിട്ട് ഒരു സൈൻ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഈ ലൈനിൽ പോയാൽ ഇവിടെയാണ് കാഷ്വാലിറ്റി. അതാണ് ഫോളോ സൈനേജ് ആൻഡ് ബോർഡ്. ഒരു ബോർഡ് നമ്മൾ ഫോളോ ചെയ്ത് അവിടേക്ക് എത്തും. കാഷ്വാലിറ്റി ആണെങ്കിലും കാഷ്വാലിറ്റിയിലുണ്ട്, ആംബുലൻസ് ഡ്രൈവിംഗിന്റെ പുറത്തേക്കാണെങ്കിലും എൻഡർ എൻട്രി എന്നൊക്കെ പറഞ്ഞ് ഒരു ആരോ വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതുപോലെ എന്തെങ്കിലും സൈനേജ് വെക്കാം, അല്ലെങ്കിൽ നെയിം ബോർഡ് വെക്കാം. അതാണ്. നെക്സ്റ്റ് എന്താ ഫ്ലോർ പ്ലാൻസ് ഡിസ്പ്ലേയുടെ സ്ട്രാറ്റജിക് പ്ലേസ്. എന്താ സ്ട്രാറ്റജിക് പ്ലേസ് എന്ന് വെച്ചാൽ എന്താ തന്ത്രപരമായ സ്ഥലങ്ങൾ. ഇപ്പൊ തന്ത്രപരമായ സ്ഥലങ്ങളിൽ ഫ്ലോർ പ്ലാനുകൾ പ്രദർശിപ്പിക്കണം. എന്ന് വെച്ചാൽ എന്താ ഫ്ലോർ പ്ലാൻ ഇപ്പൊ തന്ത്രപരമായ സ്ഥലം എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള സ്ഥലം, മൂലകൾ, കോർണറില്ലേ. ഇപ്പൊ നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് കോർണർ ആവുമ്പോ അവിടെ ഒരു ഇത് വന്നു, പിന്നെ നമുക്കൊരു കൺഫ്യൂഷൻ ആവും. ഇനി ഇങ്ങോട്ട് പോണോ അങ്ങോട്ട് പോണോ എന്ന്. നമുക്ക് നേരെ പോണോ, അപ്പൊ അവിടെ ലൈനായിട്ട് എത്ര ഒരു 2-3 വഴി ഉണ്ടാവും. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആവും, ഇവര് അവിടെ സ്ട്രൈറ്റ് എന്താ എഴുതി വെച്ചെല്ലാണ്. അപ്പൊ നമ്മൾ എന്താ ആ ഫ്ലോറിൽ അവിടെ ഒരു പ്ലാൻ വെക്കാം. മെയിൻ ആയിട്ട് ഒരു 2-3 വഴിയൊക്കെ ഒരുമിച്ചുള്ള സ്ഥലത്ത് ഒരു പ്ലാൻ വെക്കാം. അതാണ് സ്ട്രാറ്റജിക് പ്ലേസ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് നമുക്ക് കൺഫ്യൂഷൻ വരുന്ന സ്ഥലം, തന്ത്രപരമായ സ്ഥലം നമുക്ക് പെട്ടെന്ന് അവിടെ നിൽക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷനാണ്, ഇവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ. അപ്പൊ അവിടെ ഒരു ബോർഡ് വെക്കാം, ഇന്ന സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഇതിലേക്ക് പോകാം എന്ന് വെച്ചാൽ അതിനുള്ള സൈൻ വെച്ചിട്ട്, ചിലപ്പോ എഴുതിയില്ലെങ്കിലും സൈൻ വെക്കാം, ഒരു ആരോ മാർക്ക് അങ്ങെടുക്കണോ ഇങ്ങെടുക്കണോ അത് വെക്കാം. അപ്പൊ ഫ്ലോർ പ്ലാൻസ് വെക്കണം എവിടെ? സ്ട്രാറ്റജിക് പ്ലേസ്. ഒരു പ്രത്യേക സ്ഥലങ്ങളിൽ ഇങ്ങനെ സ്ട്രാറ്റജിക് പ്ലേസിൽ ഫ്ലോർ പ്ലാൻസ് വെക്കാം. ആ ഫ്ലോർ പ്ലാൻ ഇങ്ങനെ ആയിരിക്കണം അല്ലെ. പിന്നെ അല്ലെങ്കിൽ പേര് വെക്കാം, ഇന്ന ഡോക്ടർമാർ ഇതിലെ പോയാൽ കാണാൻ അവിടെ ഇരിക്കുന്നത്. പിന്നെന്താ ഓൾ റൂംസ് ഷുഡ് ബി നമ്പേർഡ്. എല്ലാ റൂമും എന്തായിരിക്കണം? നമ്പർ ആയിരിക്കണം. നമ്പർ 1, 2, 3. നമ്മൾ ചെല്ലുമ്പോൾ OP ഒരു 5 OP ഉണ്ടെങ്കിൽ ആ OPക്ക് ഫസ്റ്റ് OP, രണ്ടാമത് അങ്ങനെ OPയുടെ പേരുണ്ടാവും. അതുപോലെ തന്നെ ഡോക്ടർമാർ ഇരിക്കുന്ന പേരുണ്ടാവും. പിന്നെ അങ്ങനെ ഒരേ നമ്പറിന് റൂമിലും നമ്പർ എഴുതാം. പേഷ്യന്റ് ഇൻഫർമേഷൻ ബ്രൗഷർ ആൻഡ് വിസിറ്റർ ഗൈഡ് എന്ന് വെച്ചാൽ എന്താ രോഗിയുടെ വിവരങ്ങൾ, പേഷ്യന്റിന്റെ വിവരങ്ങൾ ബ്രൗഷറിലും ഗൈഡിലും ഉണ്ടായിരിക്കണം. ആ ഹോസ്പിറ്റലിന്റെ ബ്രൗഷർ എന്ന് വെച്ചാൽ നമ്മൾ കയറി വരുമ്പോ തന്നെ എന്താ ഇപ്പൊ വാർഡില് ഇപ്പൊ പീഡിയാട്രിക് വാർഡാണെങ്കിൽ ആ വാർഡിന്റെ മുമ്പിൽ തന്നെ ഫസ്റ്റ് വരുമ്പോൾ ഒരു ചില്ലിട്ടിട്ട് അതിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ നോട്ടീസ് ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടാവും ആ വാർഡിൽ കിടക്കുന്ന പേഷ്യന്റിന്റെ പേര്. അപ്പൊ നമ്മൾ പെട്ടെന്ന് പേഷ്യന്റിന്റെ അന്വേഷിച്ച് നടക്കണ്ട, നമുക്ക് ആ പേര് നോക്കിയാൽ മതി. ഈ വാർഡിൽ പേഷ്യന്റ് ഇല്ല. അതുപോലെ തന്നെ പേഷ്യന്റിന്റെ ഇൻഫർമേഷനും വെക്കണം, പേഷ്യന്റിനെ കുറിച്ചുള്ള അറിവും പേര്, ബ്രൗഷർ ആക്കി വിസിറ്റർ പേര്. അല്ലെങ്കിൽ നമുക്ക് വിസിറ്റേഴ്സ് അത് സന്ദർശിക്കാൻ വരുമ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കും, ഇവരെവിടെ കിടക്കണേന്ന് അറിയില്ല. അപ്പൊ നമ്മൾ പീഡിയാട്രിക് വാർഡിന്റെ മുമ്പിലായാലും പിന്നെന്താ ഗൈനക്കോളജിസ്റ്റിന്റെ വാർഡിലായാലും ഓർത്തോ വാർഡിലായാലും എല്ലാത്തിലും എന്ത് വേണം? ഫസ്റ്റ് തന്നെ ഇങ്ങനെ എഴുതി വെക്കണം, പേഷ്യന്റ് അറിയാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ സൈനേജ് നെയിം ബോർഡ് എന്ന് വെച്ചാൽ മൂന്നാമത്തെ എന്താ സൈനേജ് നെയിം ബോർഡ് എന്ന് വെച്ചാൽ നമുക്കറിയാം നെയിം ബോർഡ് എന്താ പേര് വെക്കാം, അടയാളങ്ങൾ ആരോമാർക്ക് വെക്കാം. അത് ഈ സ്ട്രാറ്റജിക് പ്ലേസിൽ വെക്കാം, ഫ്ലോറിൽ കയറി വരുമ്പോ തന്നെ കൺഫ്യൂഷൻ വന്ന ഏരിയയിലൊക്കെ എന്തെങ്കിലും അടയാളം വെക്കാം. പിന്നെന്താ ഓൾ റൂംസ്, എല്ലാ റൂമിലും നമ്പർ ഇടാം. പേഷ്യന്റ് ഇൻഫർമേഷൻ, പിന്നെ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ വാർഡിൽ ക്ലിനിക്കില് ICU ഒക്കെ ഉണ്ടെങ്കിൽ ICUന്റെ മുമ്പിൽ ഈ പേഷ്യന്റ് ICUൽ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെ അവിടെ തന്നെ ഫസ്റ്റ് നോട്ടീസ് അടിച്ചിട്ട് ബ്രോഷർ പോലെ അവിടെ എഴുതി വെക്കാം. പിന്നെ പേഷ്യന്റിന്റെ പേര് എഴുതാം, ഇതിലുള്ള പേഷ്യന്റ് ഇടും. ഓക്കെ. പിന്നെന്താ നാലാമത്തെ കംപ്ലൈന്റ്സ് ആൻഡ് കോംപ്ലിമെന്റ് സജഷൻ. എല്ലാവരും ഇല്ല ഇവിടെ? ഞാൻ ഇന്നലെ പറഞ്ഞു പോവേണ്, എല്ലാവരും ഉണ്ട് അവിടെ? ഓക്കെ. മനസ്സിലാവണില്ലേ നിങ്ങക്ക്? ഞാൻ പറയണ പോയിന്റുകൾ അണ്ടർലൈൻ ചെയ്തിടാം.
ഇതെല്ലാം കഴിഞ്ഞ് നമ്മളെ ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഞാൻ അതിൽ പോയിന്റ്സുകൾ പറഞ്ഞുതരാം, ക്വസ്റ്റ്യൻസ് വന്നത് കേട്ടാ, സാധ്യത ഉള്ളത് പറഞ്ഞുതരാം. ഓക്കെ, നാലാമത്തെ എന്താ, കംപ്ലൈന്റ്സ് ആൻഡ് കംപ്ലിമെന്റ് സജഷൻസ് എന്ന് വെച്ചാൽ എന്താ, പരാതികൾ, കംപ്ലൈന്റ്സുകൾ, പിന്നെ അതിന്റെ കോംപ്ലിമെന്റ്സ് എന്തെങ്കിലും അഭിനന്ദനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പിന്നെ സജഷൻസ് നമുക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ. A provision to listen to verbal complaints instead of insisting on written ones email. Provision of suggestion box and appropriate place. എന്ന് വെച്ചാൽ എന്താ, നമ്മൾ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ട്, ഹോസ്പിറ്റലിനെ കുറിച്ച് കംപ്ലൈന്റ്സ് ഉണ്ട്, എന്തെങ്കിലും പരാതികൾ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരു കോംപ്ലിമെന്റ്സ്, ഒരു നല്ലത് പറയാനുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഹോസ്പിറ്റലിൽ അറിയണം അല്ലെ. അപ്പൊ അവിടെ ഒരു കംപ്ലൈന്റ് ബോക്സ് റെഡിയാക്കി വെക്കാം, എവിടെയെങ്കിലും ഒരു കംപ്ലൈന്റ് ബോക്സ്, അതെല്ലാ ഹോസ്പിറ്റലും ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആ ഹോസ്പിറ്റലിനെ കുറിച്ച് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ആ കംപ്ലൈന്റ് ബോക്സിൽ ഉണ്ടാവും. അപ്പൊ അതുപോലെ തന്നെ പ്രൊവിഷൻ ടു ലിസൺ എന്ന് വെച്ചാൽ എന്താ, മെയില്, ഇപ്പൊ ഇമെയില്, പിന്നെന്താ ഇങ്ങനെ മെയിലല്ലാതെ നമുക്ക് മെയിലാണെങ്കിൽ ഹോസ്പിറ്റലിന്റെ ആ ഒരു ഏറ്റവും ഫസ്റ്റ് റിസപ്ഷന്റെ താഴെ മെയിലിന്റെ ഇതിടും. അപ്പൊ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമുക്ക് മെയിൽ ചെയ്യാം. മെയിൽ ചെയ്യുമ്പോൾ അവിടുത്തെ മെയിൻ ആള് ഇത് കാണും ആ ഹോസ്പിറ്റലിനെ കുറിച്ച്, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം നമുക്ക്. പിന്നെന്താ, പരാതികൾ, നമുക്ക് എന്തെങ്കിലും പരാതികൾ പറയാനുണ്ടെങ്കിൽ വാക്കാൽ അവരോട് പരാതികൾ ഉണ്ടാവണം. അല്ലാതെ ഇപ്പൊ നമ്മളിപ്പ കംപ്ലൈന്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാലും അത് എത്ര ദിവസം കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കണമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ പ്രൊവിഷൻ ടു ലിസൺ വെർബൽ കംപ്ലൈന്റ്സ് ഇൻസ്റ്റഡ് റിട്ടൺ വൺസ്, നമ്മൾ എന്ത് ചെയ്യണം, ഇത് റിട്ടൺ എഴുതണം, എഴുതി തയ്യാറാക്കണത് കൂടാതെ, അല്ലെങ്കിൽ ഇമെയിൽ കൂടാതെ, പ്രൊവിഷൻ ഓഫ് സജഷൻ ബോക്സ് അതൊന്നും കൂടാതെ നമ്മൾ പെട്ടെന്ന് അവരോട് പറയാനുള്ള കംപ്ലൈന്റ് വാക്കാലെ പറയാനുള്ള ഒരു വ്യവസ്ഥ കൊണ്ടുവരണം. അത് വാക്കാലെ പറയാനുള്ള ഒരു വ്യവസ്ഥ കൊണ്ടുവരണം. നമുക്ക് നേരിട്ട് നമ്മളോട് ചോദിക്കണം എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവരണം. അല്ലെങ്കിൽ അനുയോജ്യമായ സ്ഥലത്ത് സൂട്ടബിൾ ആയ പ്രൊവിഷൻ ഓഫ് സജഷൻ ബോക്സ് അറ്റ് അപ്രോപ്രിയേറ്റ് പ്ലേസ്, സൂട്ടബിൾ ആയ ഒരു പ്ലേസ്, എല്ലാവർക്കും പെട്ടെന്ന് കാണാൻ പറ്റണത്. നമ്മൾ ലിഫ്റ്റ് ഇറങ്ങി വരുമ്പോ തന്നെ നമുക്ക് ഒരു കംപ്ലൈന്റ്സ് ഉണ്ടാവും, ലിഫ്റ്റ് ഇറങ്ങി വരുമ്പോ തന്നെ, അല്ലെങ്കിൽ വാർഡിൽ ഇറങ്ങി വരുമ്പോ തന്നെ, അവിടൊക്കെ എവിടെയെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു കംപ്ലൈന്റ് ബോക്സ് അറേഞ്ച് ചെയ്ത് വെക്കാം. നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയാൻ പറ്റും. അതാണ് കംപ്ലൈന്റ്സ് ആൻഡ് കോംപ്ലിമെന്റ്സ് അല്ലെങ്കിൽ സജഷൻസ്, നമ്മുടെ നിർദ്ദേശങ്ങൾ. എന്ന് വെച്ചാൽ എന്താ, മെയില്, പിന്നെ ഇമെയില്, അല്ലെങ്കിൽ നമ്മൾ എഴുതി തയ്യാറാക്കിയതോ അങ്ങനത്തെ ഉള്ള ആ ഒരു പരാതിക്ക് പകരം നമ്മൾ വാക്കാലെ അവരോട് ഒരു പരാതി എന്ന വ്യവസ്ഥ കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ഒരു കംപ്ലൈന്റ് ബോക്സ്, അത് അപ്രോപ്രിയേറ്റ് ആയ സ്ഥലത്ത്, എവിടെയെന്ന് വെച്ചാൽ സൂട്ടബിൾ ആയ സ്ഥലത്ത് കൊണ്ടുപോയി ഒരു കംപ്ലൈന്റ് ബോക്സും വെക്കണം. അതാണ് നാലാമത്തെ പോയിന്റ്, നാലാമത്തെ കംപ്ലൈന്റ്സ്. അപ്പൊ ഓരോ പോയിന്റ്സും ഓർമ്മ വരാം. ഫസ്റ്റ് വൺ ഇവിടെ പറഞ്ഞു. ഫസ്റ്റ് എന്താ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എവിടെയാണ്, ഇതാണ് പ്രൊവിഷൻ അപ്രോപ്രിയേറ്റ് ഇൻഫർമേഷൻ ഓഫ് പേഷ്യൻസ്, റിലേറ്റീവ്സിന് അല്ലെങ്കിൽ വിസിറ്റേഴ്സിന് നമ്മൾ യോജിച്ച തരത്തിലൊരു ഇൻഫർമേഷൻ കൊടുക്കണം. അതിന്റെ 3 കാര്യങ്ങൾ പറഞ്ഞു. രണ്ടാമത് ഓപ്പൺ ഹൗസ് അപ്രോച്ച്, അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്രോച്ച് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് സോഷ്യൽ കൾച്ചർ അപ്രോച്ച്, അത് മാത്രം അതിൽ അണ്ടർലൈൻ ചെയ്യാനുള്ളൂ, മെയിൻ ആയിട്ട് അത് നോക്കണം. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞു. മൂന്നാമത്തെ സൈനേജും നെയിം ബോർഡും. അത് നമ്മൾ പറയാ, നമുക്കറിയാം ഒരു നെയിം ബോർഡ് വേണം, ഡോക്ടർമാർ അവിടെ ഇല്ല, ഏത് ഡോക്ടറായി ഇരിക്കണേ, ഓർത്തോക്ക് ഏത് ഡോക്ടറാണ്, ഫിസിഷ്യൻ എത്ര ഉണ്ട് എന്നൊക്കെ നമുക്ക് ആ ബോർഡ് കണ്ടാൽ അറിയാൻ പറ്റും. അതുപോലെ തന്നെ എന്ത് വേണം, ബ്രൗഷർ, വിസിറ്റേഴ്സ്, പേഷ്യന്റിന്റെ ഒരേ വാർഡിലും ഓരോ പേഷ്യന്റിന്റെ പേരും അവരുടെ കാര്യങ്ങൾ അഡ്രസ് എഴുതി ചെറുമല്ലെങ്കിൽ എഴുതി ഒട്ടിക്കണം. അപ്പൊ നമുക്കറിയാൻ പറ്റും. അത് മൂന്നാമത്തെ. നാലാമത്തെ കംപ്ലൈന്റ്സ്, എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ അത് കംപ്ലൈന്റ് ബോക്സ് വേണം. പിന്നെ നമ്മൾ റിട്ടേൺ വൺസ് മെയിൽസ്, റിട്ടേണും മെയിലുകൾ എഴുതാനും മെയിൽ അയക്കാനും പിന്നെ നമുക്ക് വാക്കാലെ പറയാനുള്ള ഒരു വ്യവസ്ഥ വേണം. അഞ്ചാമത്തെ പോയിന്റ് ആണ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ പബ്ലിക് ഇന്ററാക്ഷൻ. ഹോസ്പിറ്റലിലുള്ള പൊതു ഇടപെടലുകൾ, ഇന്ററാക്ഷൻ, പബ്ലിക്കിന് ഉള്ള ഇടപെടല്, ജനങ്ങൾ എങ്ങനെയാണ്, പബ്ലിക് എങ്ങനെയാണ് ഇതിൽ ഇടപെടണേ നമുക്ക് നോക്കാം. ഹോസ്പിറ്റൽ ടൂർ ബൈ ഗ്രൂപ്പ് സച്ച് ആസ് സ്കൂൾ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, മെമ്പേഴ്സ് ഓഫ് വേരിയസ് ഓർഗനൈസേഷൻ, പ്യൂപ്പിൾസ്, റെപ്രസെന്റേറ്റീവ്സ്, റിലീജിയസ് ലീഡേഴ്സ്. നമ്മളിത് പറഞ്ഞതാ അല്ലെ, നമ്മളിത് പഠിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്തെങ്കിലും ടൂറ്, ടീച്ചർമാര് ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ട്, പിന്നെ സ്റ്റുഡൻസ്, മെമ്പേഴ്സ്, വേരിയസ് അങ്ങനെ ഓർഗനൈസേഷൻ ഒരുപാട് പേര് ടൂറൊക്കെ പ്ലാൻ ചെയ്ത് അത് എവിടൊക്കെ ആയിരിക്കണം, എവിടൊക്കെ ഹോസ്പിറ്റലിലോട്ട് നമുക്ക് അങ്ങനെ ഇടപെടാൻ പറ്റും പൊതുജനങ്ങളായിട്ട് അല്ലെ. പൊതുജനങ്ങളായിട്ട് നമ്മൾ പബ്ലിക് ആയിട്ട് ഇന്ററാക്ഷൻ ചെയ്യുന്ന കാര്യങ്ങളാണ് പറയണത്. അപ്പൊ പബ്ലിക് ആയിട്ട് ഇടപെടണമെങ്കിൽ എന്ത് വേണം,
ഈ ടീച്ചേഴ്സ് ടൂറൊക്കെ നടക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വിവിധ സംഘടനയിലെ അംഗങ്ങൾ എന്ന് വെച്ചാല് മെമ്പേഴ്സ് ഓഫ് വേരിയസ് ഓർഗനൈസേഷൻ എന്താ വിവിധ സംഘടനയിലെ അംഗങ്ങൾ അല്ലെങ്കിൽ പീപ്പിൾസ് റെപ്രസെന്റേറ്റീവ്സ് ജനപ്രതിനിധികൾ അവര് അല്ലെങ്കിലോ റിലീജിയസ് ലീഡേഴ്സ് മത നേതാക്കന്മാര് റിലീജിയസ് ലീഡേഴ്സ് എന്ന് വെച്ചാല് മത നേതാക്കന്മാര് ഇവരെല്ലാവരും കൂടി എന്ത് തുടങ്ങണം ഒരു ഗ്രൂപ്പായിട്ട് തുടങ്ങിയിട്ട് ഹോസ്പിറ്റലിലെ ടൂർ നടത്തണം ഹോസ്പിറ്റലിലോട്ട് ഒരു ടൂർ നടത്തണം ഓക്കെ അപ്പൊ പബ്ലിക് ഇന്ററാക്ഷൻ ഇത് ഹോസ്പിറ്റലിലോട്ട് ഒരു ടൂർ നടത്തുമ്പോൾ ഹോസ്പിറ്റലിൽ ഒരുപാട് കാര്യങ്ങളില്ലേ കാണാൻ പേഷ്യൻസ് ആയാലും ചുറ്റും നടന്ന് ഒരുപാട് കാണാം ടൂർ പോലെ അങ്ങനെ ഹോസ്പിറ്റലിലോട്ട് നടന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും പബ്ലിക് ഇന്ററാക്ഷൻ കൂടും ജനങ്ങളോടുള്ള ആ ഇടപെടല് കൂടും അങ്ങനെ നമുക്ക് ഇടപെടൽ ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഹെൽത്ത് ഫെയർ എക്സിബിഷൻ സ്പെഷ്യൽ ക്ലിനിക് ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാം മെഡിക്കൽ ഇൻഷുറൻസ് പ്രോഗ്രാം വെക്കേഷൻ വളണ്ടിയർ പ്രോഗ്രാം ഓർഗനൈസ് കരിയർ ഡേ ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റും അല്ലെ ഞാൻ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇതുപോലെ എക്സിബിഷൻ നടത്തണം എക്സിബിഷൻ എന്ന് പറയുമ്പോൾ ഞാനൊരു ദിവസം പറഞ്ഞു ഹോസ്പിറ്റലിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയണം ഇപ്പൊ ഓപ്പൺ ആണ് അപ്പൊ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഒരു എല്ലാവർക്കും കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കി വെക്കാം ഹോസ്പിറ്റലിൽ അപ്പൊ ആ ഹോസ്പിറ്റലിന്റെ പുറമേക്ക് എല്ലാവരും പബ്ലിക്കിനൊക്കെ ഇന്ററാക്ഷൻ പബ്ലിക് കൂടും കുഴപ്പമില്ല പിന്നെ ഒരു ക്യാമ്പ് നടത്താം അതുപോലെ തന്നെ ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാം ആരോഗ്യത്തെ കുറിച്ച് ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്താം ഒരു ബോധവൽക്കരണ ക്ലാസ് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ വെച്ച് ഇടത്തിൽ വെച്ച് ഹോസ്പിറ്റലിൽ ഇന്ന ആൾക്കാർ പ്രശസ്തമായ ആരെങ്കിലും മുൻതരണം ഡോക്ടേഴ്സ് ആയ ആരെങ്കിലും മുന്നിട്ട് അവരെ കൊണ്ട് ഒരു ബോധവൽക്കരണ ക്ലാസ് തുടങ്ങണം പിന്നെ മെഡിക്കൽ ഇൻഷുറൻസ് പ്രോഗ്രാം ഒരുപാട് പേര് ക്യാൻസർ ആയാലും ഒരുപാട് രോഗങ്ങൾക്കൊക്കെ ചികിത്സിക്കുമ്പോൾ ലക്ഷങ്ങളൊക്കെ പോകും ഓപ്പറേഷൻ ഒക്കെ ചെയ്യണമെങ്കിൽ അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഇൻഷുറൻസ് പ്രോഗ്രാം മെഡിക്കൽ ഇൻഷുറൻസ് പ്രോഗ്രാം നടത്താം അതൊക്കെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിരിക്കും ജനങ്ങൾ പെട്ടെന്ന് നമ്മളുടെ അടുത്ത് അടുക്കും അവരോടൊരു ഇന്ററാക്ഷൻ നമുക്ക് തോന്നാൻ പറ്റിയ ഏറ്റവും നല്ലതാണ് ഇതുപോലെ ഇൻഷുറൻസ് കൊണ്ടുവരുന്നത് അപ്പൊ അങ്ങനെ ഇൻഷുറൻസ് ഒക്കെ കൊണ്ടുവരുമ്പോൾ അവർക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കാം പിന്നെ വെക്കേഷൻ വളണ്ടിയർ പിന്നെ വളണ്ടിയർ പ്രോഗ്രാം അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാം നടത്താം പിന്നെ ഓർഗനൈസേഷൻ കരിയറിന്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവധിക്കാല പരിപാടികള് കരിയർ ദിനങ്ങള് അങ്ങനെയൊക്കെ ഹോസ്പിറ്റലിൽ നടത്തി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടും അപ്പൊ അത് അണ്ടർലൈൻ ചെയ്തിടാം പബ്ലിക് ഇന്ററാക്ഷൻസിൽ പെട്ടത് ഇതിൽ ഏതാന്നൊക്കെ ചോദിക്കും ഈ പബ്ലിക് ഇന്ററാക്ഷനിൽ പെട്ടത് ഏതാ ചിലപ്പോ ടീച്ചർമാര് ടൂർ പോണത് പബ്ലിക് ഇന്ററാക്ഷനിൽ പെട്ടതാണെന്ന് ചോദിക്കും അപ്പൊ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക പിന്നെ എക്സിബിഷൻ എഴുതി പെട്ടതാ പബ്ലിക് ഇന്ററാക്ഷനിൽ പെട്ടതാ സ്പെഷ്യൽ ക്ലിനിക് പിന്നെ ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാം മെഡിക്കൽ ഇൻഷുറൻസ് പ്രോഗ്രാം വെക്കേഷൻ വളണ്ടിയർ പ്രോഗ്രാം ഓർഗനൈസ് കരിയർ ഡേ ഇതൊക്കെ എന്തിപ്പെട്ടതാ പബ്ലിക് ഇന്ററാക്ഷനിൽ ജനങ്ങളായിട്ട് ഇടപെടാൻ പറ്റിയതല്ലേ അപ്പൊ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് അണ്ടർലൈൻ ചെയ്തിടാ ഓക്കെ അണ്ടർലൈൻ ചെയ്യണുണ്ടാ സമയം ഉണ്ടാവൂല ലാസ്റ്റ് എല്ലാം കൂടി പറയാൻ അതാണ് ഞാൻ ഇപ്പൊ പറയണത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാ ഓക്കെ അണ്ടർലൈൻ ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും പബ്ലിക് ഇന്ററാക്ഷൻ ഹോസ്പിറ്റലിലെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പബ്ലിക്കാണ് ഒരു ഹോസ്പിറ്റൽ നിലനിന്ന് പോണെങ്കിൽ നമുക്ക് പബ്ലിക് റിലേഷൻ മറ്റുള്ളവരുടെ പബ്ലിക് റിലേഷൻ വേണ്ടേ അപ്പൊ അവര് നമ്മളുടെ ഹോസ്പിറ്റലിനെ നമ്മൾക്ക് എങ്ങനെ അവർക്ക് നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് അടുപ്പിക്കാം അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് അടുപ്പിക്കണമെങ്കിൽ ഒരു എക്സിബിഷൻ നടത്തിയാൽ പറ്റൂ ഇല്ലേ ഒരു ക്യാമ്പ് നടത്തിയാൽ പറ്റൂ എന്തെങ്കിലും ഇൻഷുറൻസ് പ്രോഗ്രാം നടത്തിയാൽ പറ്റൂ അപ്പൊ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് അതൊക്കെ അണ്ടർലൈൻ ചെയ്തിടാം നെക്സ്റ്റ് പോയിന്റ് എന്താ ഹോൾഡിംഗ് ഓഫ് ആനുവൽ ഹോസ്പിറ്റൽ ഡേ ഫൗണ്ടേഴ്സ് ഡേ സ്പെഷ്യൽ ഇവന്റ്സ് ഡേ അപ്പൊ പിന്നെ ഇത് നടത്താം എന്തെങ്കിലും ഹോസ്പിറ്റലിൽ ഒരു ആനുവൽ ഹോസ്പിറ്റൽ ഇതൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞതാണ് പിന്നെയും പറയുന്നുള്ളൂ ഒരു വാർഷിക പരിപാടി നടത്താം പിന്നെ ഫൗണ്ടേഷൻ ഡേ നടത്താം സ്പെഷ്യൽ ഇവന്റ്സ് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഇവന്റ് വരുമ്പോഴും ഇപ്പൊ നമ്മുടെ എന്താണ് ഇപ്പൊ നവംബർ 1 കേരളപ്പിറവി വരുമ്പോ അവിടെ ഒരു ഇവന്റ് നടത്താം കുറച്ച് പേരെ വിളിച്ചു അങ്ങനെ നടത്താം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇവന്റ് ക്രിസ്മസ് ആണെങ്കിലും ഓണാണെങ്കിലും ഏത് സ്പെഷ്യൽ ഡേ ഒക്കെ വന്നാലും അങ്ങനെ ഒരു ഇവന്റ് നമ്മൾ നടത്താൻ നോക്കാം പിന്നെ ആനുവൽ ഹോസ്പിറ്റൽ എന്ന് ആ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിന്റെ എന്ന് സ്റ്റാർട്ട് ചെയ്തു അപ്പൊ ഒരു അവിടെ പരിപാടി നടത്താം പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മള് ഹോസ്പിറ്റലിൽ നടത്താൻ നോക്കാം പിന്നെന്താ ലാസ്റ്റ് all this help in projecting every aspect of hospital operation including some of the highly technical functions എന്താ ഈ ഉയർന്ന highly technical functions എന്ന് പറഞ്ഞു ഉയർന്ന സാങ്കേതിക പ്രവർത്തനങ്ങൾ കൂടെ നമ്മൾ അതുകൂടി ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പൊ ഉയർന്ന സാങ്കേതിക ഉൽപ്പന്നങ്ങൾ അത് കൂടാതെ അതിന്റെ ഉൾപ്പെടെ പിന്നെന്താ ഹോസ്പിറ്റലിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളും എന്താ
അതിന്റെ ആസ്പെക്ട്സ് എല്ലാ വശങ്ങളും പ്രൊജക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇതൊക്കെ സാധിക്കും അല്ലെ. അപ്പൊ ഇതുകൊണ്ടൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ നല്ലൊരു പ്രൊജക്ടിങ് നടത്താൻ, നല്ലൊരു മറ്റുള്ളവരോട് ഹോസ്പിറ്റലിനെ കുറിച്ച് നല്ലത് അവർക്ക് തോന്നാനായിട്ട്, നല്ലൊരു ഇന്ററാക്ഷൻ തോന്നാനായിട്ട് നമുക്ക് ഇതെല്ലാം കൊണ്ട് നടക്കാൻ പറ്റും. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. കുറച്ച് കാര്യങ്ങളിൽ ഹോസ്പിറ്റലിന്റെ ഇന്ററാക്ഷൻ വർദ്ധിപ്പിക്കാനായിട്ട് എക്സിബിഷൻ നടത്താം, ഹെൽത്ത് ഫെയർ, സ്പെഷ്യൽ ക്ലിനിക്ക്, അവയർനെസ് പ്രോഗ്രാം, പിന്നെ മെഡിക്കൽ ഇൻഷുറൻസ് പ്രോഗ്രാം, വളണ്ടിയർ പ്രോഗ്രാം, ഓർഗനൈസ് കരിയർ, പിന്നെ ആനുവൽ ഡേ, ഫൗണ്ടേഷൻ ഡേ, പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഡേ ഉണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾക്ക് ഒരു ഇവന്റ് നടത്താം. പിന്നെന്താ, എന്തെങ്കിലും ടൂർ, ഹോസ്പിറ്റലിൽ ടൂർ പ്ലാൻ ചെയ്യാം. ആരാ, ഇപ്പൊ ടീച്ചർമാരെ സ്കൂളിൽ നിന്ന് ഇപ്പൊ ടീച്ചർമാരെ കുട്ടികളും ടൂർ പുറത്തേക്കൊക്കെ പോണതിന് പകരം അത് ഹോസ്പിറ്റലിലോട്ട് നമ്മൾ അടുപ്പിക്കാം. അപ്പൊ അവർക്കും ഹോസ്പിറ്റലിനോട് ഇഷ്ടം തോന്നും. പിന്നെ മെമ്പേഴ്സ് ഓഫ് വേരിയസ് ഓർഗനൈസേഷൻ, പിന്നെ ആരാ, പീപ്പിൾസ് റെപ്രസെന്റേറ്റീവ്സ്, ജനപ്രതിനിധിമാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരാം. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പബ്ലിക് ഇന്ററാക്ഷൻ കൂടും. ഓക്കെ, അപ്പൊ അതും കഴിഞ്ഞു. നെക്സ്റ്റ് ഏതാ, എല്ലാവരും അണ്ടർലൈൻ ചെയ്തില്ല? ഈ ബോക്സിൽ ഇമ്പോർട്ടന്റ് ആണ്, കൂടുതൽ കാര്യം ഈ ബോക്സിൽ ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്യാം. നെക്സ്റ്റ് പോയിന്റ് സ്പീക്കേഴ്സ് ബ്യൂറോ. സ്പീക്കേഴ്സ് ബ്യൂറോ എന്ന് വെച്ചാൽ എന്താ? സ്പീക്കേഴ്സ് ബ്യൂറോ കുറച്ച് മെയിൻ കാര്യങ്ങൾ, മെയിൻ ആൾക്കാർ, സിഇഒ ആൻഡ് സ്റ്റാഫ് ഷുഡ് യൂസ് എവറി ഓപ്പർച്യൂണിറ്റി ടു സ്പീക്ക് ടു അതർ സർവീസ് ഓർഗനൈസേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൺ ഹെൽത്ത് മാറ്റേഴ്സ്. എന്ന് വെച്ചാൽ എന്താ? ആരോഗ്യ കാര്യങ്ങളിൽ, നമ്മളെ ഹെൽത്ത് കാര്യങ്ങളിൽ നമ്മൾ സേവന സംഘടനമാരും എന്ന് വെച്ചാല് ടു സ്പീക്ക് അതർ സർവീസ് ഓർഗനൈസേഷൻകാരും സേവന എന്തെങ്കിലും സഹായിക്കുന്ന സംഘടനകളുണ്ട് ഇല്ലേ? ഹോസ്പിറ്റലിൽ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിക്കുന്ന സംഘടന, ആ സേവന സംഘടനക്കാരും പിന്നെ അവരുടെ സ്ഥാപനങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമുക്ക് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഹെൽത്ത് ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ല, ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടത് ആരോഗ്യത്തിന്റെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവരുടെ സ്ഥാപനങ്ങൾ, അവരുടെ സഹായങ്ങൾ, അവിടെയൊക്കെ നമ്മൾക്ക് എന്താ, അവരോടൊക്കെ നമ്മൾ പോയി സംസാരിക്കണം. സിഇഒയും സ്റ്റാഫും സംസാരിക്കണം. ആരാ സംസാരിക്കണ്ടേ? ഹോസ്പിറ്റലിന്റെ സിഇഒ. സിഇഒ ആരാ? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. സിഇഒ ആരാ? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. പിന്നെ ഹോസ്പിറ്റലിന്റെ സ്റ്റാഫ് ആരെങ്കിലും അവര് പോയിട്ട് ഹോസ്പിറ്റലിൽ പോയി അവര് പോയി എല്ലാ സംസാരിച്ചിട്ട് എല്ലാ അവസരങ്ങളും നമ്മൾ എവരി ഓപ്പർച്യൂണിറ്റി നമുക്ക് എവിടെയൊക്കെ സംസാരിക്കാൻ പറ്റുമോ ഹെൽത്ത് പരമായിട്ട് എന്താ നമ്മൾ പറഞ്ഞ ഹെൽത്ത് പരമായിട്ട് സ്പീക്കേഴ്സ് ബ്യൂറോ നമ്മൾ പഠിക്കുന്നത്. 7ാമത്തെ പോയിന്റ് സ്പീക്കേഴ്സ് ബ്യൂറോ. ഹെൽത്തിന്റെ കാര്യത്തിൽ, ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നമുക്ക് എവിടെ പോയി എന്തെല്ലാം സംസാരിക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യാം. ഓക്കെ, അപ്പൊ ഹെൽത്ത് ആരോഗ്യ കാര്യങ്ങളിൽ മറ്റ് സേവന സംഘടനകളോടും പിന്നെ സ്ഥാപനങ്ങളോടും മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനോടും ഹെൽത്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഈ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നതും ഹെൽത്ത് സംബന്ധമായിട്ടുള്ള സ്ഥാപനമാണ്. വേറെ സ്ഥാപനത്തിലൊന്നും പോകരുത്. ആരോഗ്യകരമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ അവരുടെ മെയിൻ സർവീസ് ഓർഗനൈസേഷനിൽ പോയിട്ട് ഈ സിഇഒക്കും സ്റ്റാഫിനും ഹോസ്പിറ്റലിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചൊരു കൺവിൻസ് എത്തിച്ചിട്ട് ഹോസ്പിറ്റലിന് നല്ലൊരു ഇതുണ്ടാക്കാൻ പറ്റും. സ്പീക്കേഴ്സ് ബ്യൂറോ, അതാണ് സ്പീക്കേഴ്സ് ബ്യൂറോ. ഈ സ്പീക്കേഴ്സ് ബ്യൂറോയിലെ 2 മെയിൻ ആൾക്കാരാണ് സിഇഒ ആൻഡ് സ്റ്റാഫ്. അണ്ടർലൈൻ ചെയ്തിടാം. സ്പീക്കേഴ്സ് ബ്യൂറോയിലെ മെയിൻ 2 ആൾക്കാർ ആരാണ് പോയി സംസാരിക്കേണ്ടത്? സിഇഒയും അവരുടെ സ്റ്റാഫും. ഹോസ്പിറ്റലിലെ സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അവര് പോയി ഹോസ്പിറ്റലിന്റെ കാര്യങ്ങളൊക്കെ നേരിട്ട് സംസാരിക്കുക. ആരോടാ? സർവീസ് ഓർഗനൈസേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൺ ഹെൽത്ത് മാറ്റേഴ്സ്. ആരോഗ്യത്തെ കുറിച്ചല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. അവര് പോയി എന്നിട്ട് വേറെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. അവര് പോയിരുന്ന ആരോഗ്യ കാര്യങ്ങൾ സംസാരിച്ച് അതിലൊരു ഡീലൊത്തിച്ച് ആ ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ കൂട്ടും. നെക്സ്റ്റ് എന്താ? അഡ്വൈസറി കൗൺസിൽ. അഡ്വൈസറി കൗൺസിൽ വെച്ചാൽ നമുക്കറിയാം, ആർക്കറിയാം? ഉപദേശ കമ്മിറ്റിയുടെ ഉപദേശ കൗൺസില്, അതിന്റെ അഡ്വൈസർ കമ്മിറ്റി, ഉപദേശ കമ്മിറ്റിയിൽ എന്താ? It is role should be suggest hospital administration the method to overcome their shortcomings and interpret the functioning of the hospital to the community. എന്താ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നതൊക്കെ ഇമ്പോർട്ടന്റ് ആണല്ലോ ചെയ്തിടാ. അവിടെ നമ്മൾ വരുന്നത് നമ്മുടെ ഡ്യൂട്ടിയാണ് അവിടെ പറയണത്. അഡ്വൈസറി കമ്മിറ്റിയിൽ മെയിൻ ആയിട്ട് ആരാ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. മനസ്സിലായ? അഡ്മിനിസ്ട്രേറ്റർ. നമ്മുടെ ഡ്യൂട്ടി, നമ്മൾ പഠിക്കുന്നത് എന്താ? ആരും മറന്നു പോകരുത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ നമ്മളുടേതായ വരുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ സ്ട്രെസ് ചെയ്ത് പഠിക്കുക. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ അവരുടെ പോരായ്മ പരിഹരിക്കാനായിട്ട് എന്താ?
ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് അവരുടെ എന്തെങ്കിലും കുറവുകളുണ്ട് അത് പരിഹരിക്കാനായിട്ടുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നതാണ് ഇതിന്റെ എന്താ മെയിൻ ആയ റോൾ എന്ന് പറയുന്നത്. ഇറ്റ്സ് റോൾ ഷുഡ് ബി സജസ്റ്റ്, തീരുമാനിക്കണം. എന്ത് തീരുമാനിക്കണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മെത്തേഡ് ടു ഓവർകം ദെയർ ഷോർട്ട് കമിങ്സ് in interpret the functioning to the hospital community. എന്നുവെച്ചാൽ അവരുടെ പോരായ്മ പരിഹരിക്കാനായിട്ട് ഓവർകം ചെയ്യണം അല്ലെ. അവർക്ക് എന്തെങ്കിലും കുറവുകളുണ്ട്, എല്ലാവരും തികഞ്ഞവരാവില്ല. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനും മാർഗങ്ങൾ നിർദ്ദേശിക്കണം. ഓക്കെ, അത് ആരാ? അഡ്വൈസർ കമ്മിറ്റിയിൽ. അഡ്വൈസർ കമ്മിറ്റി, അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ട്. ആ ഒരു കമ്മിറ്റിയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ പോരായ്മ അവരുടെ നിർദ്ദേശിക്കുകയും പിന്നെ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ, ഹോസ്പിറ്റലിലുള്ള ഓരോ പ്രവർത്തനങ്ങളുണ്ട്, ആ പ്രവർത്തനങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഇന്റർപ്രറ്റ് ദ ഫങ്ഷനിങ് ഓഫ് ദ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ എന്താ ഇന്റർപ്രറ്റ്? മുൻകൂട്ടി കാണുക അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുക. അത് വ്യാഖ്യാനിക്കുകയും ചെയ്യുകയാണ് ഇതിന്റെ ചുമതല. ഇത് റോൾ എന്ന് പറയണം. അഡ്വൈസറി കമ്മിറ്റിയുടെ മെയിൻ ആയ റോള്, അവരുടെ ഡ്യൂട്ടി എന്താണ്? ഡ്യൂട്ടി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അവർക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള നിർദ്ദേശം കൊടുക്കുക. അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ മറ്റ് പ്രവർത്തനങ്ങൾ, ഒരുപാട് പ്രവർത്തനങ്ങളില്ലേ, ആ പ്രവർത്തനങ്ങളിൽ നമ്മൾ സമൂഹത്തിലേക്ക് തുറന്നു കാണിക്കാം. പ്രവർത്തനങ്ങൾ ഓപ്പൺ ആയിട്ട് തുറന്നു കാണിക്കുകയും ചെയ്യുന്നതാണ് അഡ്വൈസറി കമ്മിറ്റിയുടെ മെയിൻ റോള്. ഓക്കെ, നെക്സ്റ്റ് സമയം ഉണ്ട്, 6 മിനിറ്റ് കൂടിയിട്ട് നമുക്ക് ഈ പോയിന്റ് കൂടി വായിക്കാം. ഇൻഡിക്കേറ്റേഴ്സ് ഫോർ ഇവാലുവേറ്റിംഗ് പബ്ലിക് റിലേഷൻ ഇൻ ദ കമ്മ്യൂണിറ്റി. ഓരോരോ പോയിന്റുകളുള്ളൂ, നമുക്ക് ആ പോയിന്റുകൾ വായിച്ചു നോക്കാം. ഇൻഡിക്കേറ്റേഴ്സ് ഫോർ ഇവാലുവേറ്റിംഗ് പബ്ലിക് റിലേഷൻ വെച്ചാൽ എന്താ? സമൂഹത്തിലെ പബ്ലിക് റിലേഷൻ ഇൻ ദ കമ്മ്യൂണിറ്റി. എന്താ? സമൂഹം. ഈ സമൂഹത്തിലെ പബ്ലിക് റിലേഷൻ വിലയിരുത്താനുള്ള ഇൻഡിക്കേറ്റർ, സൂചകങ്ങൾ എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തണേ? നമ്മൾ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ കണ്ടു, പബ്ലിക് ഹോസ്പിറ്റലിൽ കണ്ടു, നമ്മൾ ആ ഹോസ്പിറ്റലിനെ എങ്ങനെയാണ് വിലയിരുത്തണേ? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, വിലയിരുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതുകൂടാതെ നമ്മൾ സാധാരണ ലെവലിൽ ഒരു ഹോസ്പിറ്റലിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിനെ വിലയിരുത്തുന്നു. ഹോസ്പിറ്റൽ എങ്ങനെയാണ്, എന്ത് വിലയിരുത്തുന്നതാണ് പറയണത്? ഫസ്റ്റ് വൺ, പേഷ്യന്റ്. പേഷ്യന്റിന് എന്താ നോക്കാം? സാറ്റിസ്ഫാക്ഷൻ സർവേ, അവിടുത്തെ സംതൃപ്തി. ഒരു ഹോസ്പിറ്റലിൽ പേഷ്യന്റിന്റെ കാര്യത്തിൽ എന്താ? ഒരു സാറ്റിസ്ഫാക്ഷൻ. പേഷ്യന്റിന്റെ കാര്യത്തിൽ എങ്ങനെ വിലയിരുത്തണം? സാറ്റിസ്ഫാക്ഷൻ. ഓർക്കാം, ഓരോന്നിനും ഓരോരുത്തർക്കും ഓരോന്ന് പോലെ ഓർക്കാം. പേഷ്യന്റിന് സാറ്റിസ്ഫാക്ഷൻ വേണം, വേണ്ടേ? ഒരു പേഷ്യന്റ് അവിടെ പോയി മരുന്ന് കഴിച്ചു ഡിസ്ചാർജ് ചെയ്ത് വന്ന ആ പേഷ്യന്റ് ഒരു ഇഷ്ടം വേണം, ഒരു തൃപ്തി വേണം. ആ സാറ്റിസ്ഫാക്ഷൻ അവിടുത്തെ സർവീസ്, അവിടുത്തെ വർക്കിങ്ങില്. ജനറൽ ഒപ്പീനിയൻ പോൾ എന്ന് വെച്ചാൽ എന്താ? പൊതു അഭിപ്രായം. എല്ലാവരും ഒരു പൊതു അഭിപ്രായത്തിന്റെ ഒരു പോൾ എടുക്കാം, ഒരു വോട്ട് എടുക്കാം. എല്ലാവരും ഒരു പൊതു അഭിപ്രായം. ആ പൊതു അഭിപ്രായത്തിൽ നമ്മള് ഹോസ്പിറ്റലിന്റെ പബ്ലിക് റിലേഷൻ, കമ്മ്യൂണിറ്റി, സമൂഹത്തിന്റെ പബ്ലിക് റിലേഷൻ വിലയിരുത്തൂലേ? പൊതുജനങ്ങളുടെ അഭിപ്രായം, അതിന് വാല്യൂ ഉണ്ട്. അതുപോലെ തന്നെ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ. മൂന്നാമത്തെ എന്താ? ക്വാളിറ്റി ഓഫ് കെയർ യൂസിങ് ചെക്ക് ലിസ്റ്റ്. എന്താ? ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള പേഷ്യന്റിന്റെ ആ ഒരു ക്വാളിറ്റി, ചെക്ക് ലിസ്റ്റ് യൂസിങ് ചെയ്തിട്ട് ക്വാളിറ്റി, അവരെ കെയർ, അവരെ ട്രീറ്റ്മെന്റ് ചെയ്യണതിന്റെ ഒരു ക്വാളിറ്റി ഓഫ് കെയർ, അതാ ഓർത്താ മതി. നാലാമത്തെ പോയിന്റ്, നമ്പർ ഓഫ് കംപ്ലൈന്റ് റിസീവ്ഡ്. എന്താ? അവിടെ എത്ര കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്, അപ്പൊ ആ ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കില്ലേ? ഒരു ഹോസ്പിറ്റല് നല്ലൊരു ഹോസ്പിറ്റലാണ്, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ 1 or 2 കംപ്ലൈന്റ് ഉണ്ടാവും. അതിൽ കൂടുതൽ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൽ അത്രയ്ക്ക് മോശമുള്ള അർത്ഥം. അതാണ് നമ്പർ ഓഫ് കംപ്ലൈന്റ് റിസീവ്ഡ്. അവിടെ എത്ര നമ്പർ കിട്ടിയിട്ടുണ്ട് കംപ്ലൈന്റ് ആ ഹോസ്പിറ്റലിനെ കുറിച്ച്. നമ്മളൊരു ബോക്സ് അവിടെ വെച്ചിട്ടുണ്ട് ഇല്ലേ? ആ കംപ്ലൈന്റ് ബോക്സിൽ എത്ര കംപ്ലൈന്റ്സ് വന്നിട്ടുണ്ടോ അതിന്റെ എണ്ണത്തെ അനുസരിച്ചിരിക്കും. നെക്സ്റ്റ് എന്താ? എക്സ്റ്റെന്റ് ഓഫ് വോളണ്ടറി എഫേർട്ട് ബൈ ദ കമ്മ്യൂണിറ്റി. എന്താ പറഞ്ഞേ? സമൂഹത്തില് സ്വന്തമായിട്ട് സ്വമേധായുള്ള ആ ഒരു എഫേർട്ട് എടുക്കണം. വളണ്ടറി, അവരെ എഫേർട്ട് എടുക്കണതിന്റെ ആ ഒരു എന്താ കൂട്ടണത്, വളണ്ടറി എഫേർട്ട്. അവിടുത്തെ ഹോസ്പിറ്റലിൽ വളണ്ടേഴ്സ്മാരും അവരൊക്കെ ഉണ്ടാവും, ഒരുപാട് ഹെൽപ്പേഴ്സ് ഒക്കെ ഉണ്ടാവും. അവര് ആ സമൂഹത്തിന് എന്തോരം എഫേർട്ട് എടുക്കുന്നുണ്ട്. അവര് നന്നായിട്ട് സ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ആ ഹോസ്പിറ്റൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ. അപ്പൊ എന്താ? നമ്പർ ഓഫ് വോളണ്ടറി എഫേർട്സ്, അവിടുത്തെ എക്സ്റ്റെന്റ് ഓഫ് വോളണ്ടറി എഫേർട്സ്, അവിടുത്തെ വോളണ്ടറി എഫേർട്സ് എടുക്കുന്ന എഫേർട്ട്, ആ ഒരു ബുദ്ധിമുട്ട് സമൂഹത്തിൽ, ആ ഒരു ബുദ്ധിമുട്ടിന്റെ ആ ഒരു വ്യാപ്തി,
ആ ഒരു എക്സ്റ്റെന്റ്, ആ ഒരു വ്യാപ്തി അനുസരിച്ച് നമുക്ക് ഇതിന്റെ ഇത് ഇവാലുവേറ്റ് ചെയ്യാം. ടേൺ ഓവർ ഓഫ് ദ ഹെൽത്ത് സ്റ്റാഫ്. ടേൺ ഓവർ ഓഫ് ദ ഹെൽത്ത് സ്റ്റാഫ് എന്ന് വെച്ചാൽ ആരോഗ്യ ജീവനക്കാരുടെ ടേൺ ഓവർ. അവിടെ ആരോഗ്യ ജീവനക്കാർക്ക് എത്ര ശമ്പളം ഉണ്ട്, നഴ്സുമാർക്ക് എത്രയുണ്ട്. എത്ര നല്ല ഹോസ്പിറ്റലാണെങ്കിലും ചില നഴ്സുമാർക്കൊക്കെ ശമ്പളം ഒന്നും ഉണ്ടാവില്ല. അവരായിരിക്കും ഒരുപാട് ഡ്യൂട്ടി ചെയ്യണം അല്ലെ. നഴ്സുമാരാണ് ഒരുപാട് ഡ്യൂട്ടി ചെയ്യണത്. അവര് രാവിലെ മുതൽ ചോരയും കണ്ടും എല്ലാം ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആരാ? നഴ്സുമാരാണ്. പക്ഷെ അവർക്ക് സാലറി ഉണ്ടാ ഇല്ല. അപ്പൊ ആ ടേൺ ഓവർ, ആ ഒരു ഹോസ്പിറ്റലിന്റെ ഹെൽത്ത് സ്റ്റാഫിന് ആരോഗ്യപരമായിട്ടുള്ള നഴ്സ് ആയാലും ഡോക്ടർ ആയാലും എക്സ്റേയിലായാലും അവർക്ക് എന്തോരം സാലറി ഉണ്ട്, അവരുടെ വിറ്റുവരവ് എത്രയുണ്ട്, അത് കണക്കാക്കിയിട്ട് ഹോസ്പിറ്റലിൽ നമുക്ക് വിലയിരുത്താം. കൺസിസ്റ്റൻസി ഓഫ് ദ അറ്റൻഡൻസ് ഓഫ് ദ പേഷ്യൻസ് ഇൻ ക്ലിനിക്സ് ആൻഡ് ഹെൽത്ത് സെന്റർ. എന്താ ഈ ക്ലിനിക്കിലും, ക്ലിനിക് എന്ന് പറയുമ്പോൾ ഹെൽത്ത് സെന്റർ, ക്ലിനിക്കിലും ആരോഗ്യ കേന്ദ്രങ്ങളിലൊക്കെ രോഗിയുടെ എത്ര രോഗികൾ വരുന്നുണ്ട് സ്ഥിരമായിട്ട്. നല്ല ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ നല്ല രോഗികളുണ്ടാവും. അപ്പൊ ആ ഹോസ്പിറ്റൽ നമുക്കറിയാം ഇവിടെ എന്ത് തിരക്കാ, നല്ല ഹോസ്പിറ്റലാണെന്ന്. ചില ഹോസ്പിറ്റലിൽ ഒരു മനുഷ്യരുണ്ടാവില്ല അല്ലെ. അപ്പൊ അവിടെ എത്ര രോഗികൾ വരുന്നുണ്ട് ആ ഒരു കണക്കനുസരിച്ച് നമുക്ക് ഹോസ്പിറ്റലിനെ വിലയിരുത്തിക്കൂടെ? ഇല്ലേ? ഇപ്പൊ 2 ഹോസ്പിറ്റൽ അടുപ്പിച്ച് നല്ല, ഒരു ഹോസ്പിറ്റൽ നല്ല അടിച്ചു പോയി നല്ല ഫുള്ള് കയറിയിട്ടുള്ള ഹോസ്പിറ്റല്, പക്ഷെ അവിടെ ഒരു പേഷ്യന്റ് പോലും വന്നില്ല. എന്തുകൊണ്ടാ? അവിടുത്തെ ചികിത്സ നല്ലതല്ലാത്തത് കൊണ്ട്. അങ്ങനെ നോക്കൂ, പേഷ്യന്റ് ഏറ്റവും കൂടുതൽ ഏത് ഹോസ്പിറ്റലാ? ആ ഹോസ്പിറ്റലില്, അവിടുത്തെ ഹോസ്പിറ്റല് നല്ലതായിരിക്കും. അതാണ് പറഞ്ഞ കൺസിസ്റ്റൻസി ഓഫ് അറ്റൻഡൻസ്. അവിടെ അറ്റൻഡൻസ് ചെയ്യുന്ന പേഷ്യന്റ്, അവിടെ ഹാജരാവുന്ന പേഷ്യൻസിന്റെ ക്ലിനിക് അല്ലെങ്കിൽ ഹെൽത്ത് സെന്റർ, ആ ക്ലിനിക് അല്ലെങ്കിൽ ഹെൽത്ത് സെന്റർ എത്ര പേഷ്യന്റ് അറ്റൻഡ് ആവുന്നുണ്ട് അതനുസരിച്ച് നമുക്ക് വിലയിരുത്താം. ലാസ്റ്റ് എന്താ? ഡൊണേഷൻസ്, സംഭാവന. വലിയ ഹോസ്പിറ്റൽ, നല്ല ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഒരുപാട് ചാരിറ്റിയിലോട്ട് സംഭാവന കൊടുക്കണ്ടാവും ഇല്ലേ? അപ്പൊ ആ ഡൊണേഷൻ എത്രയുണ്ട്, ഇവിടുന്ന് എത്ര ഡൊണേഷൻ കൊടുക്കണുണ്ട്, അത് നോക്കി നമുക്ക് ആ ഹോസ്പിറ്റലിനെ ഇവാലുവേറ്റ് ചെയ്യാം. ലാസ്റ്റ് പോയിന്റ്, ഇൻപേഷ്യന്റ് ഹൂ ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. എന്താ? മെഡിക്കൽ അഡ്വൈസിന് വിരുദ്ധമായിട്ട് എന്നുവെച്ചാൽ ഹോസ്പിറ്റലിലുള്ള ആ ഒരു മെഡിക്കൽ അഡ്വൈസ്, എന്തെങ്കിലും ആരോഗ്യപരമായിട്ട് ഉപദേശം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെതിരായിട്ട് പുറത്തു പോകുന്ന ഇൻപേഷ്യന്റ്. എന്ന് വെച്ചാൽ എന്താ? ഇപ്പൊ ഒരു പേഷ്യന്റ് വന്നു, അവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, ആ ഹോസ്പിറ്റലിൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പക്ഷെ ആ ഹോസ്പിറ്റലിൽ ആ പേഷ്യന്റിന് വേറെ ഹോസ്പിറ്റലിലോട്ട് പോകണം, അവിടെ കിടക്കാൻ താല്പര്യമില്ല. അപ്പൊ ആ ഇൻപേഷ്യന്റ് വേറെ ഹോസ്പിറ്റലിലോട്ട് അവരെ സ്വന്തം റിസ്കില് അവര് പോകേണ്ടു അല്ലെ. അങ്ങനെ പോണ പേഷ്യന്റ് ആ മെഡിക്കൽ അഡ്വൈസിന് എതിരായിട്ട് ആ ഹോസ്പിറ്റലിൽ വിട്ടുപോകുന്നു. 2 ദിവസം അവിടെ ആ പേഷ്യന്റ് കിടന്നു. പക്ഷെ ആ പേഷ്യന്റിന് എന്തോ ഒരു ഇഷ്ടക്കേട്, എനിക്ക് ഇഷ്ടമായില്ല ഈ ഹോസ്പിറ്റലിൽ. അപ്പൊ ഇഷ്ടക്കുറവ് കൊണ്ട് ആ പേഷ്യന്റ് വേറെ ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്യാൻ പറഞ്ഞു, വേറെ ഹോസ്പിറ്റലിലോട്ട് പോയി. സ്വന്തമായിട്ട് ഡോക്ടർ റെഫർ ചെയ്ത് പോണതല്ലാതെ പേഷ്യന്റ് സ്വന്തം ഇഷ്ടത്തിൽ അറ്റ് റിക്വസ്റ്റില് അവരാ ഒരു ഇതില് പോണ പേഷ്യന്റ് അല്ലെ. അപ്പൊ അങ്ങനെ പോകുമ്പോൾ നമുക്ക് വിലയിരുത്താം ആ പേഷ്യന്റിന് ഇവിടെ എല്ലാം ഉണ്ടല്ല. പുറമെ കാണുന്നവർക്ക് നമ്മൾ എന്ത് പറയും? ആ പേഷ്യന്റ് എന്തിനാ പോണത്? ഇതുവരെയും ആ പേഷ്യന്റിന് ഒരു കുഴപ്പമില്ല, നല്ല ചികിത്സ കിട്ടുന്നു, നല്ല കുറവുണ്ടല്ല, പിന്നെ എന്തിനാ പോണത്? അപ്പൊ എന്തെങ്കിലും ആ പേഷ്യന്റിന് അവിടെ ഇഷ്ടക്കേട് ഉണ്ടാവും അല്ലെ. അപ്പൊ അത് വെച്ച് നമുക്ക് ഹോസ്പിറ്റലിനെ വിലയിരുത്താം. ഇൻപേഷ്യന്റ് ഹൂ ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഒന്നും കൂടി പറയാം, ഇവാലുവേറ്റ് ചെയ്യണത് സമൂഹം ഈ ഹോസ്പിറ്റലിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഒന്ന് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ, ജനറൽ ഒപ്പീനിയൻ, പൊതുവായിട്ടുള്ള ജനങ്ങളുടെ ഒപ്പീനിയൻ, പിന്നെ ക്വാളിറ്റി ഓഫ് കെയർ, അവർക്ക് നല്ലൊരു ക്വാളിറ്റി, ആ കെയറിന്റെ എത്ര ക്വാളിറ്റിയിലാണ് അവർക്ക് ആ ഒരു ട്രീറ്റ്മെന്റും കെയറും പേഷ്യന്റിന് കിട്ടുന്നത്. പിന്നെ നമ്പർ ഓഫ് കംപ്ലൈന്റ്, എത്ര കംപ്ലൈന്റ് ആ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്. കൂടുതൽ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. എക്സ്റ്റെന്റ് ഓഫ് വോളണ്ടറി എഫേർട്സ് ബൈ ദ കമ്മ്യൂണിറ്റി, ആ സമൂഹത്തിലെ ഒരു വോളണ്ടറി എന്തോരം എഫേർട്ട് എടുത്തിട്ടാണ് അവിടുത്തെ എഫേർട്ടിന്റെ ആ ഒരു വ്യാപ്തി, അങ്ങനെ നോക്കാം. ടേൺ ഓവർ ഓഫ് ഹെൽത്ത് സ്റ്റാഫ്, അവിടുത്തെ ഓരോ ആരോഗ്യ പ്രവർത്തക സ്റ്റാഫിനും എത്ര ശമ്പളം, എത്ര സാലറി കൊടുക്കുന്നുണ്ട്, ടേൺ ഓവർ. കൺസിസ്റ്റൻസി ഓഫ് അറ്റൻഡൻസ് ഓഫ് ദ പേഷ്യൻസ് ഇൻ ക്ലിനിക്സ് ആൻഡ് ഹെൽത്ത് സെന്റർ. എന്താ? ആ ഹോസ്പിറ്റലിലെ ക്ലിനിക് സെന്റർ, ഹെൽത്ത് സെന്ററിലൊക്കെ, ക്ലിനിക് ആയാലും ഹെൽത്ത് സെന്റർ ആയാലും അവിടെ പേഷ്യന്റിന്മാരുടെ എണ്ണം, അറ്റൻഡൻസ്, അവിടെ എത്ര പേഷ്യന്റ് ഉണ്ട് അതിന്റെ എണ്ണം അനുസരിച്ച് നമുക്ക് നോക്കാം. പിന്നെ ഡൊണേഷൻസ്, സംഭാവന നോക്കാം. ഇൻപേഷ്യന്റ് ഹൂ ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, മെഡിക്കൽ അഡ്വൈസിന് എതിരായിട്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യന്റ് ലീവ് ചെയ്തു, പുറത്തു പോണ ആ ഒരു അവസ്ഥ. അത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും നോക്കിയാണ്ട് നമുക്കറിയാൻ പറ്റും ആ ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ എത്രയുണ്ടെന്ന്. അങ്ങനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും നമ്മൾ ഇന്ന് എടുത്തു.
ഇനി നെക്സ്റ്റ് ബോക്സിലുള്ളൂ. നമ്മൾ ഈ ബോക്സിൽ വന്നതൊക്കെ പറഞ്ഞതാണ്, റിപ്പീറ്റ് പറഞ്ഞതാ. ഇതില് മാത്രമേ റിപ്പീറ്റ് പറയാത്തതുള്ളൂ, അത് ഓർക്കാം. സ്പീക്കേഴ്സ് ബ്യൂറോയില് സിഇഒ സ്റ്റാഫ്, സിഇഒ മെയിൻ സ്റ്റാഫും അതിലുള്ളൂ. ചില പോയിന്റ്സ് ഒക്കെ ഞാൻ ഇമ്പോർട്ടന്റ് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ എല്ലാവരും വായിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. വേറെ ഡൗട്ട് സംശയങ്ങളൊന്നും ഇല്ലല്ലോ? എന്താ സംശയം? ഇല്ല. ഓക്കെ, താങ്ക് യു. നമുക്കെന്നാ ലീവ് ചെയ്യാം ടാസ്ക്. താങ്ക് യു മാം. വെൽക്കം.